പ്രിയമുള്ളവരെ, നമ്മളിന്ന് ശ്രദ്ധിക്കുന്ന ഒരു വിഷയം ഇസ്രായേൽ ജനതയിൽ നിന്നാണ്. ഇസ്രായേൽ ജനത കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് 7 മഹാജാതികളെ ജയിക്കേണ്ടതായിട്ട് വന്നു. 7 ജനതകളെ ജയിച്ചപ്പോഴാണ് അവർക്ക് കനാൻ അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയം ദൈവരാജ്യമാണ്, അതായത് കനാനാണ്. അത് നമുക്ക് അനുഭവമാകുന്നത് 7 മൂലപാപങ്ങൾ ദൈവകൃപയാൽ ജയിക്കുവാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു കനാനുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. പ്രിയമുള്ളവരെ, നമ്മളെന്ന് കാണുന്ന ഈ 7 മഹാജാതികളെ കുറിച്ച് പിതാക്കന്മാർ പലരും പഠനം നടത്തിയിട്ടുള്ളതാണ്. വിശുദ്ധ ഗ്രിഗറി ഓഫ് നിസ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായ പുസ്തകമാണല്ലോ ലൈഫ് ഓഫ് മോസസ്. അതിൽ പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ഓരോ യാത്രയും നമ്മുടെ യാത്രയാണെന്ന്. അതിൻ്റെ അർത്ഥം ഇതെല്ലാം പ്രതിരൂപമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ടിപ്പോളജിക്കലായിട്ട്, മിസ്റ്റിക്കലായിട്ട്, അല്ലിഗോറിക്കൽ, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പിതാക്കന്മാർ ഉപയോഗിക്കുന്ന മറ്റൊരു തലത്തിലുള്ള വ്യാഖ്യാനമാണ് ഈ ടിപ്പോളജിക്കൽ. അത് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. സിറിൽ ഓഫ് ജെറുസലേം അദ്ദേഹം പറയുന്നത് യോർദാൻ ഇസ്രായേൽ മക്കൾ കടന്നത് കനാനിലേക്ക് കയറുക സ്നാനത്തിൻ്റെ പ്രതിരൂപമാണ്. അതുപോലെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ ഈ പഴയ നിയമത്തിലുള്ളതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണെന്ന് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഈ പഴയ നിയമത്തിലുള്ളതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു. അതെന്തിനാണെന്നറിയാമോ? അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കണം. 1 കൊരിന്ത്യരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അപ്പോൾ പഴയ നിയമത്തിലുള്ള പല സംഭവങ്ങളും നമുക്കൊരു ദൃഷ്ടാന്തമാണ്, ഒരു സൂചനയാണ്. അതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതും ഈ 7 ജനതയെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഹൃദയത്തെക്കുറിച്ച് കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്നാണെന്നറിയാമോ? ദൈവരാജ്യം അവിടെയല്ല, ഇവിടെയല്ല, പിന്നെ എവിടെയാണ്? ദൈവരാജ്യം അവിടെ ഇവിടെ ഒന്നുമല്ല, പിന്നെ എവിടെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുമ്പുരാൻ പറയുകയാണ്, 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്. ദൈവരാജ്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല, പിന്നെ ദൈവരാജ്യം അനുഭവിക്കണം, അനുഭവമാണ്. ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല. ദൈവരാജ്യം എവിടെയുണ്ട്? നിങ്ങളുടെ ഇടയിൽ, അതായത് ഹൃദയത്തിൽ. അതാണ് ഈ കനാൻ. ഹൃദയത്തിലാണ് ദൈവരാജ്യം. അത് അനുഭവിക്കണം. അനുഭവിക്കണമെങ്കിൽ എന്നാണെന്നറിയാമോ? ഈ ഹൃദയത്തിൽ 7 മഹാജനതതികളുണ്ട്. 7 മഹാജനതതികൾ. ഹെപ്റ്റ എത്തീൻ എന്ന് സെപ്റ്റൂജിയൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹെപ്റ്റ എന്ന വാക്ക് 7 എന്നാണ്. എത്തീൻ എന്ന് പറഞ്ഞാൽ മഹാജാതി എന്നാണ്. 7 ജനതതി അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവരാജ്യം അനുഭവമാകണമെങ്കിൽ ഈ ഹൃദയത്തിലുള്ള 7 ജനതതിയെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ അതിജീവിക്കുവാൻ
ദൈവത്തോട് കരുണ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം ഹൃദയത്തിൽ ഉരുവാകുന്നത്. നമുക്ക് ഒന്നാമത്തെ ആളിലേക്ക് പ്രവേശിക്കാം. അതിനു മുന്നേ എന്താണ് ഈ പാപം? പാപം അതിൻ്റെ റൂട്ട് വാക്ക് ഗ്രീക്കിൽ എന്താണെന്ന് അറിയാമോ? ഹമാർട്ടിയ എന്നാണ്. ഹമാർട്ടിയ. ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്നാണ്. ലക്ഷ്യം. കനാനിൽ പാലും തേനും ഒഴുകുമെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷേ ലക്ഷ്യം തെറ്റിയാൽ അവിടെ മുളയ്ക്കുന്നത് ഉണ്ടാകുന്നത് പാലും തേനുമല്ല. അവിടെ എപ്പോഴും അസ്വസ്ഥതയും പ്രയാസവും പരിഭവവും എപ്പോഴും പരാതികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുന്നതാണ്. ദൈവരാജ്യമാകേണ്ട ഹൃദയം ലോകത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ അധികാരവുമുള്ള സ്ഥലമായി മാറുമ്പോൾ പ്രിയമുള്ളവരെ കനാൻ അനുഭവിക്കത്തില്ല. അതുകൊണ്ട് ലക്ഷ്യം തെറ്റിക്കുന്നതാണ് ഈ 7 ജനതതികൾ. 7 മൂലപാപങ്ങൾ നമ്മുടെയൊക്കെ ലക്ഷ്യം തെറ്റിക്കുന്നതാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഞാൻ പറയാം, ഹിത്യർ. എന്താണ് പേര്? ഹിത്യർ. ഹിത്യർ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭയമുള്ളവർ എന്നാണ്. ഹിത്യർ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭയമുള്ളവർ. ഇനിയും നല്ലൊരു പഠനം വേറെ കിടപ്പുണ്ട്. എന്നാന്നറിയാമോ? നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു? ശേം, ഹാം, യാഫേത്ത് അല്ലേ? 3 മക്കൾ. അതിൽ ഈ ഹാമിന് എന്ത് പറ്റിയെന്നറിയാമോ? ഹാം ഒരു ചെറിയ പരിപാടി കാണിച്ചു. ഇവരെല്ലാം ജലപ്രളയം കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. എവിടെ നോക്കിയാലും വലിയ മുന്തിരിങ്ങ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വീഞ്ഞുണ്ടാക്കി നോഹ അല്പം കുടിച്ച് മത്തനായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയാമോ? വസ്ത്രം എല്ലാം അങ്ങ് പോയി. അപ്പോൾ നോഹയുടെ മക്കളിൽ ഹാം എന്ന് പറയുന്ന മകൻ അപ്പൻ്റെ നഗ്നത കണ്ടു. ആ പ്രയോഗമൊക്കെ നമ്മൾ പഠിച്ചാൽ അതിനൊക്കെ വേറെ ഒത്തിരി അർത്ഥങ്ങളുണ്ടെന്നാണ്. വെറുതെ ഒരു നഗ്നത കണ്ടു എന്നല്ല. പിതൃസ്ഥാനം അവൻ മോഹിച്ചു എന്നാണ്. ഒരു കുടുംബത്തിൻ്റെ പിതൃസ്ഥാനം മോഹിച്ചു എന്ന് പറഞ്ഞാൽ വളരെ അധാർമികമായ ഒരു സെക്ഷുവൽ ലൈഫ് ഹാമിനുണ്ടായി എന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം. നിങ്ങൾ ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ നോഹ ഹാമിനെ അല്ല ശപിക്കുന്നത്. ആണോ? ഹാമിനെ അല്ല ശപിക്കുന്നത്. പിന്നെ എന്നാ പറയുന്നതെന്ന് അറിയാമോ? നോഹ ഓരോ വാക്ക് പറയുമ്പോഴും കനാൻ ശപിക്കപ്പെട്ടവൻ എന്നാ പറഞ്ഞത്? കനാൻ. അപ്പോൾ ഹാമിൻ്റെ മക്കളാണ് ആര്? കനാൻ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം എടുത്താൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. കനാന്റെ പിതാവായ ഹാം വേറെ ഒരു മക്കളെയും കുറിച്ച് അങ്ങനെ മക്കളുടെ പേര് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാമോ? ഹാമിൻ്റെ കാര്യം എഴുതിയപ്പോൾ കനാന്റെ പിതാവായ ഹാം എന്ത് ചെയ്തു? അപ്പൻ്റെ നഗ്നത കണ്ടു. അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ വളരെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ് മകന്റെ പേര് കനാൻ. ഇനി ശപിച്ചപ്പോഴെങ്ങനെ പറഞ്ഞ് 25-ാം വാക്യം, അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ. കനാന്റെ മക്കൾ ആരൊക്കെയാണ്? കനാന്റെ മക്കളെ കുറിച്ച് 10-ാം അധ്യായത്തിൽ 15-ാം വാക്യമുണ്ട്. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, എബ്യൂസ്യർ, അമോര്യർ, ഗിർഗസ്യർ, ഹിവ്യർ. കണ്ടോ? ഈ 7 ജനതതികൾ, കനാനിലുള്ള 7 ജനതതികൾ ഉണ്ടായത് എവിടെ നിന്നാണെന്നറിയാമോ? നോഹ ശപിച്ച ഹാമിൻ്റെ കൊച്ചുമക്കൾ. എന്തുകൊണ്ട് ശപിച്ചു? നഗ്നതയുമായി ബന്ധമുള്ള ഒരു പാപം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇനി കർത്താവ് യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ ഈ ജനതയെക്കുറിച്ച് അരുളി ചെയ്തതിൽ ഭൂരിഭാഗവും നഗ്നതയുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് ദൈവം അരുളി ചെയ്തത്. എൻ്റെ റൂട്ട് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മൂലപാപം തലമുറകളിലേക്ക് വ്യാപരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഹാമിൻ്റെ കൊച്ചുമക്കളാണ് ഇതെല്ലാം. ഇവരാണ് ബാബേൽ പണിത്, ബാബേൽ കോട്ട ഉണ്ടാക്കിയത് ഇവരാണ്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു മൂലപാപം കയറിക്കിടന്നാൽ തലമുറകൾക്ക് നാശമാണ്. തലമുറകൾക്ക് നാശം. ലോക ജനതതി 2ആയി പിളർന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഹാമിന്റെ വംശം. ദൈവം എന്തിനാ ജലപ്രളയം ഉണ്ടാക്കി? അതിനു മുന്നേ കായേന്റെ ഒരു വംശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തിന്മയുടെ അരൂപി അതിൽ കിടപ്പുണ്ട്, കൊലപാതക അരൂപി.
ദൈവം അത് നശിപ്പിച്ച് ഫ്രഷാക്കാൻ, നല്ല ക്ലിയർ ആക്കി എടുക്കാനാണ് ഈ ജലപ്രളയം കൊണ്ടുവന്നത്. പക്ഷെ വീണ്ടും എന്നാ പറ്റിയെന്നറിയാമോ? ഹാമിന്റെ തലമുറകൾ വലിയ പാപങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഹിത്യർ, 7 ജനതതികൾ. ഹിത്യർ, പിന്നെ ആരൊക്കെയാണ്? ഹിവ്യർ, അമോര്യർ, കനാന്യർ, യെബൂസ്യർ, പെരിസ്യർ, ഗിർഗസ്യർ. ഇവരെല്ലാവരും ഹാമിന്റെ കൊച്ചുമക്കളാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പാപം ഏതാണെന്നറിയാമോ? ഹിത്യർ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഭയമുള്ളവർ. എന്താണ് പേര്? ഭയമുള്ളവർ. എന്താണ് ഈ ഭയം എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് ഈ ഭയം ഉണ്ടാകുന്നത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഭയത്തിന്റെ ഓപ്പോസിറ്റ് ധൈര്യമല്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഭയത്തിന്റെ ഓപ്പോസിറ്റ് ധൈര്യമല്ല. പിന്നെ എന്താണെന്നറിയാമോ? എപ്പോഴും കർത്താവ് പറയുക ഭയപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും, സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്യങ്ങളും എടുക്കാൻ പറ്റത്തില്ല. ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ തൊട്ടുപുറകെ മറ്റൊരു വാക്യം പറയും. ഒരു ഉദാഹരണം, ഒറ്റ ഒരെണ്ണം നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ് ഭയപ്പെടരുത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. യേശു അത് കേട്ടപ്പോൾ ഭയപ്പെടേണ്ട. അടുത്ത എന്നാ പറഞ്ഞത്? വിശ്വസിക്കുക. ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിശ്വാസം. അപ്പൊ എപ്പോഴാണ് ഈ ഭയം ഉണ്ടാകുന്നത്? അവിശ്വാസം വരുമ്പോൾ. എപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്? അവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഉറപ്പില്ല. ദൈവത്തിൽ ഉറപ്പില്ല. വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വാസം വരുന്നില്ല. ഇത് വന്നു കഴിയുമ്പോൾ ഭയമുണ്ടാകും. നിങ്ങൾക്കറിയാമോ? ദൈവം വിളിച്ച എല്ലാവരോടും ദൈവം ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഭയപ്പെടരുത്. ദൈവം വിളിച്ചവരോട് ദൈവം എന്നാ പറയുന്നത്? ഭയപ്പെടരുത്. ഇസ്ഹാക്കിനോട് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇസ്ഹാക്കിനോട് ദൈവം പറയാണ് ഭയപ്പെടരുത്, ഞാനാണ്, ഭയപ്പെടരുത്. യാക്കോബിനോട് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 3-ാമത്തെ വാക്യം. കഴിഞ്ഞ ആഴ്ചയിൽ 45-ാം അധ്യായം ധ്യാനിച്ചത്. 46-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം യാക്കോബിനോട് പറയാണ് ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അടുത്ത ആരാ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അടുത്ത ആരാ? യോസഫ് അല്ലേ? യോസഫിനോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടേയില്ല. യോസഫിനോട് ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കാരണം യോസഫ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂടെ ആരുണ്ട്? അതുകൊണ്ടാണ് പാട്ടുകാർ പറഞ്ഞത് സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ. അതൊരു ഭയങ്കര ശക്തിയാണ്. യോസഫ് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ പൊട്ടക്കിണറ്റിൽ എൻ്റെ കൂടെ ആരുണ്ട്? ഈ കാരാഗ്രഹത്തിൽ എൻ്റെ കൂടെ ആരുണ്ട്? അവന് പേടിയില്ല. നമ്മളാണ് ആ പൊട്ടക്കിണറ്റിൽ പോയപ്പോഴേ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കും. സ്വന്തം സഹോദരന്മാരാണ് ചവിട്ടിയിട്ടത്, സ്വന്തം സഹോദരന്മാർ. മനസ്സിലായില്ലേ? ഇനി ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ പേര് മൊത്തം അങ്ങ് നശിച്ചു. ഈ അപമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നിന്ന അപമാനം. ഒരു സ്ത്രീ മൂലം യോസഫിന്റെ പേര് മാറി. എന്ത് പേരായി? യോസഫിനെ കാണുന്നവരെല്ലാം എന്ത് പറയും? യോസഫ് എന്നാണോ പറയുന്നത്? അല്ല, പിന്നെ എന്താ പറയുന്നത്? ഒരു പെണ്ണിനെ പിടിച്ചവൻ എന്നാണ് പേര്. കണ്ടോ പ്രിയമുള്ളവരെ? അവിടെ ഒന്നും തകർന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഒരു ദൈവത്തിൽ അതിശക്തമായ വിശ്വാസം. ദൈവം ഉപേക്ഷിക്കില്ല. ആരെല്ലാം ഇട്ടിട്ടു പോയാലും ദൈവം എന്നെ, അതാണ് വിശ്വാസം. ഈ വിശ്വാസം ഉള്ള ഒരാളെ സാത്താന് തോൽപ്പിക്കാൻ പറ്റില്ല. വിശ്വാസമുള്ള ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും പറയുന്നത് വിശ്വാസിയായിരിക്കുക. ഇനി അടുത്തത് യോസഫ് കഴിഞ്ഞ അടുത്തയാളെ കാണുന്ന ആരാണെന്ന് അറിയാമോ? മോശയെ ദൈവം വിളിച്ചു, മോശെ. എന്നിട്ട് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം എടുക്കുമ്പോൾ മോശയോട് ചോദിച്ചു കയ്യിൽ എന്താണ്? അവൻ പറഞ്ഞു എന്താണ്? വടിയാണ്. അത് താഴോട്ടിടാൻ പറഞ്ഞു. താഴോട്ടിട്ടപ്പോൾ അതെന്തായി മാറി? സർപ്പമായി. എന്താ മോശയ്ക്കുണ്ടായ അവസ്ഥ നിങ്ങൾ പറ. ദൈവം ഇവിടെ നിൽപ്പുണ്ട്. ദൈവമാണ് പറഞ്ഞത് വടി താഴോട്ടിട്ടു, സർപ്പമായി. ദൈവം അടുത്ത് നിൽപ്പുണ്ട്. മോശ ഇപ്പം എന്താ ചെയ്തേ?
മോശ എന്ത് ചെയ്തു? ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് നിന്നോ? നിന്നായിരുന്നോ? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം, മോശ ഓടി. ആരടുത്ത് നിൽപ്പുണ്ട്? ഇതാരെ പറഞ്ഞത് ഈ വടിയിടാൻ? ദൈവം പറഞ്ഞ് ദൈവം അടുത്ത് നിൽക്കുക. ആ വടി താഴെ ഇട്ടപ്പോഴേ സർപ്പമായി. മോശ എന്ത് ചെയ്തു? ഓടി. അതിന്റെ അർത്ഥം മോശയ്ക്ക് എന്തുണ്ട്? ഭയമുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് ദൈവം നിന്നിട്ട് ആർക്കാ ഇപ്പൊ ശക്തി കൂടുതൽ? ദൈവത്തിനാണോ ശക്തി? പാമ്പിനാണോ? ആർക്കാ ശക്തി? നമുക്കിങ്ങനെയാ ചിലപ്പോ ശക്തി മൊത്തം വേറെ, വല്ലവരും വല്ലതും ചെയ്തതായിരിക്കും. മനസ്സിലായില്ലേ? ദൈവം അടുത്തുണ്ട്, പക്ഷെ എപ്പോഴും നമുക്ക് ശക്തി വേറെ. ദൈവം അടുത്ത് നിൽക്കുന്നു. ഒരു പാമ്പുണ്ടായി. പ്രിയമുള്ളവരെ, മോശ ഓടിയതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ശക്തി ഇപ്പം ആർക്കാണ്? പാമ്പിന്. അതിന്റെ അർത്ഥം വിശ്വാസം മന്ദമായി. വിശ്വാസം കുറഞ്ഞപ്പോഴാണ് ഓടിയത്. ഇത് ദൈവത്തിന് അറിയാവുന്നു. മോശയുടെ സ്വഭാവം ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം ട്രെയിനിങ് കൊടുത്തു, തിരിച്ചു വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? വാലെ നമ്മൾ പിടിക്കുമോ? എന്നാലോചിച്ച് നോക്കി. വലിയ പാമ്പ് വന്നിരിക്കും, അതിന് വാലെ പോയി പിടിക്കാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞു വരിക. എന്തിനു ദൈവം ഇത് ചെയ്തു? ഇതൊരു ട്രെയിനിങ്ങാണ്. ഭയം മാറണം, വിശ്വാസം വരണം. ഇതെടാ, ഞാനായി പറയുന്നത്, നിന്നോട് പറയുന്നത് ഞാനാണ് എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഒരു അവസ്ഥയായിരുന്നു യോസേപ്പിന് എപ്പോഴും. എൻ്റെ കൂടെ ആരുണ്ട്? ഇനി ദാവീദ് പറഞ്ഞതൊന്ന് പറഞ്ഞേ, കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഭയപ്പെടുകയില്ല. ബാക്കി ഇച്ചിരി ഇരുട്ടത്തോട്ട് പോകുമ്പോ അറിയാം വിവരം. അവിടെ ഒരു അനക്കം ഉണ്ടാകുമ്പോഴേ ഓടിങ്ങ് പോരും. ദാവീദ് പറഞ്ഞു, നീ എൻ്റെ കൂടെയുണ്ടല്ലോ, നീ എൻ്റെ കൂടെയുണ്ടല്ലോ. ഇതൊരു ധൈര്യം. വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകളിൽ വരേണ്ടതല്ല. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അകത്തളങ്ങളിൽ നിറയണം. ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, മോശയെ വിളിച്ചിട്ട് ദൈവം വീണ്ടും 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 ട്രെയിനിങ് കൊടുത്തു. വടി താഴെ ഇട്ടു, പാമ്പായി. അവൻ ആദ്യം ഓടി, പിന്നെയും പിടിക്കാൻ പറഞ്ഞു, വടിയായി. വീണ്ടും വിളിച്ചു, പല പ്രാവശ്യം. അവസാനമായപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഈ പാമ്പൊന്നും ചെയ്യില്ല, കാരണം എൻ്റെ കൂടെ ആരുണ്ട്. അതാണ് വിശ്വാസം വരണം. വിശ്വാസമില്ലെങ്കിൽ നമുക്കെന്താണെന്നറിയാമോ? എപ്പോഴും ഭയമുണ്ടാകും. എന്താണ് ഈ ഭയത്തിന്റെ പ്രവർത്തനങ്ങൾ? ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്നറിയാമോ? ദൈവത്തിലുള്ള വിശ്വാസം മുഴുവൻ കളയും. 1. 2, പ്രാർത്ഥന ദുർബലമായി പോകും. പലരും ഇരുന്ന് പറയും, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം ഒത്തിരി നാൾ പ്രാർത്ഥിച്ച് ഒരു മാറ്റവും. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥന ദുർബലമാകും. 3ാമത്തെ എന്നാണെന്നറിയാമോ? അനേക വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അതൊന്നുപോലും ഹൃദയത്തിൽ വരത്തില്ല, മറഞ്ഞിരിക്കും. ഇല്ലേ? അതൊന്നും വരത്തില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഇത് ആര് പറഞ്ഞ? പ്രിയമുള്ളവരെ, അപ്പോഴാണ് അവരെന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടത്. അവരെന്നെ ഗൗനിച്ചില്ല. കേട്ടോ, വാഗ്ദാനങ്ങളെല്ലാം മറയും. ഭയത്തിന്റെ ഒരു അരൂപി വന്നാൽ വചനങ്ങൾ മറഞ്ഞു പോകും. മാത്രമല്ല ഉറക്കം കുറയും. ആകുലതകൾ, ഉത്കണ്ഠകൾ. ഇനി ഒരു മൂലഭാവം ഉണ്ടാകും, എപ്പോഴും ദേഷ്യം. ഈ കുർബാനക്രമത്തിൽ നമ്മൾ കാണുന്ന ദേഷ്യമൊന്നാണ്. എപ്പോഴും ദേഷ്യം. കാരണം എപ്പോഴും അസ്വസ്ഥരാണ് നമ്മൾ, എപ്പോഴും ആകുലതയിലാണ്, എപ്പോഴും ഉത്കണ്ഠയിലാണ്. അങ്ങനെയുള്ളവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ദേഷ്യമാണ്, എപ്പോഴും ദേഷ്യം. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ദേഷ്യം. എന്താണ്? ഏത് ജനതയാണിത് ഹൃദയത്തിൽ വന്നിരിക്കുന്നത്? എപ്പോഴും ദേഷ്യമുണ്ടെങ്കിൽ ആരാണ്? ഹിത്യർ. ആരാണ് ഹിത്യർ എന്ന് പറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു. അതിന്റെ അടയാളങ്ങളാണ് ഇത്. എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും ആകുലതയാണ്, എപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. രോഗം വരുമോ? സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമോ? അപമാനമുണ്ടാകുമോ? നിന്ദയുണ്ടാകുമോ? ഭാവി പരാജയപ്പെടുമോ? പ്രിയമുള്ളവരെ, മരണമുണ്ടാകുമോ? ഇങ്ങനെ അനേക ഭയങ്ങൾ മനുഷ്യനെ വല്ലാതെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ അനേകര്
ഭയത്തിന്റെ ദുരാത്മാവിലാണ്. ഇനി ശ്രദ്ധിച്ചോ, ഭയപ്പെട്ടത് എന്താണോ അത് തലയിൽ വരും. എന്ത് നിങ്ങൾ പേടിച്ചോ അതെവിടെ വരും? നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത് അതിനെ വിളിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചു വരുത്തുകയാണ്. ആരെങ്കിലും ഒരാൾ അയ്യോ എനിക്ക് രോഗം വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും എന്ത് വരും? രോഗം വരും. ഈ വീട്ടിൽ തകർച്ച വരും എന്നിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുക. വരും. അതെവിടെയാ പറയുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞു, ഞാൻ എന്തു പേടിച്ചോ അതെന്റെ തലയിലേക്ക് വന്നു. പേടിച്ചതെല്ലാം വരും. ജെരമ്യാ എന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ പേടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിശ്വാസം വന്നാൽ, പേടി വന്നാൽ കൊണ്ട് ജെരമ്യായോട് ദൈവം പറയുകയാണ്, നീ പേടിച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് നിന്നെ പേടിപ്പിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജെരമ്യായുടെ പുസ്തകം 1:17 ദൈവം പറയുകയാണ്, ജെരമ്യാ നീ പേടിക്കരുത്, അസ്വസ്ഥനാകരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഭയത്തിന്റെ ദുരാത്മാവിനെ മായിച്ചു കളയാൻ എപ്പോഴും എന്താ പറയേണ്ടതെന്ന് അറിയാമോ? എപ്പോഴും എന്താ പറയേണ്ടതെന്ന് അറിയാമോ? ദൈവം കൂടെയുണ്ട്. അതിന് വേറൊരു വാക്ക് ആരെങ്കിലും പറയാമോ? ദൈവം കൂടെയുണ്ട്. ഇമ്മാനുവേലാണ് സുവിശേഷം. ഈ പുതിയ നിയമം തുടങ്ങിയത് ഇമ്മാനുവേൽ. ഇത് പറയാൻ വേണ്ടിയാണ് സ്വർഗം ഒരു പുത്രനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവന്നത്. എന്നോട് നിങ്ങളോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവം കൂടെയുണ്ട്, ഇമ്മാനുവേൽ. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അസ്വസ്ഥത. പ്രിയമുള്ളവരെ, എപ്പോഴും സഞ്ചരിക്കുമ്പോൾ, എപ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ആരുണ്ട്? ഇത് പറഞ്ഞാൽ തന്നെ ആര് വരും? ആര് വരും? ദൈവം വരും. ഞാൻ ഓർക്കുകയാണ്, സൺഡേ സ്കൂൾ പിള്ളേരെ ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവമെൻ്റെ കൂടെയുണ്ട്, ദൈവമെൻ്റെ ഉള്ളിലുണ്ട്, ദൈവമെൻ്റെ ജീവനെല്ലാം പൊന്നുപോലെ കാത്തിടുന്നു. ഒത്തിരി വരികളുണ്ട് ഇതിൻ്റെ അകത്ത്. ജോലി ചെയ്യുന്ന നേരത്ത് ദൈവമുണ്ട്. ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ കുറേ നേരം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചൻ പറയുക, അച്ഛാ സത്യമായിട്ടും ദൈവമുണ്ട് ഇവിടെ. ഇത് കുറെ പട്ടം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ദൈവമെൻ്റെ കൂടെയുണ്ട്, ദൈവമെൻ്റെ ഉള്ളിലുണ്ട്. വേറെ വരി അറിയാവോ? ഞാൻ ഉറങ്ങും നേരമെല്ലാം ദൈവമെന്നെ കാത്തിടുന്നു. കുറെ പ്രാവശ്യം പാടുമ്പോൾ ഒരു കൊച്ചൻ, അവരൊക്കെ നിഷ്കളങ്കരാ, അവർക്ക് എന്തോ ഫീൽ ചെയ്യുന്നോ അവർക്ക് വിളിച്ചു പറയും. അപ്പൊ അവൻ എഴുന്നേറ്റ് പറയുക, അച്ഛാ സത്യമായിട്ട് ഇവിടെ ആരുണ്ട്? ദൈവമുണ്ട്, ഇമ്മാനുവേൽ. ഇത് പറയാനാണ് സുവിശേഷം ഉണ്ടായത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അനാഥരല്ല. നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് സ്വർഗം സ്വന്തം പുത്രനെ, ആ മഹിമയെല്ലാം കളഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. ആ ദൈവം കൂടെ ഉണ്ടെന്ന് ആര് പറയുന്നുവോ അവരുടെ കൂടെ ഒരു ദൈവം വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പാൽക്കാലത്ത് എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും അസ്വസ്ഥരായിട്ട് ഇരിപ്പുണ്ടോ? അയ്യോ എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്, അങ്ങനെയാണല്ലോ വന്നത് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നുണ്ടോ? ഹൃദയത്തിൽ എപ്പോഴും പറയണം, ആര് കൂടെയുണ്ട്? ആരെല്ലാം ഇട്ടിട്ട് പോയാലും. ആ കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയോട് കർത്താവ് ചോദിച്ചു, എല്ലാവരും ഇട്ടിട്ട് പോയോ? എല്ലാവരും ഇട്ടേച്ച് പോയോ? അവൾ പറഞ്ഞു, കർത്താവേ എല്ലാരും പോയി, എല്ലാരും പോയി. കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാമോ? എനിക്ക് മാത്രം നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ആരാണ് ഈ നിൽക്കുന്നത്? പാപം ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടവളാണ്. അവളെ നോക്കി കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, നീ എന്റേതാണ്, നീ എന്റേതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വരൂപം സാദൃശ്യം. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് എന്ത് വിലയുള്ളതാണ്. ദൈവം അത്രയ്ക്ക് വിലപ്പെട്ട ഒന്നാ തന്നത്. ദൈവം പറഞ്ഞു, ആരെല്ലാം ഇട്ടേച്ചു പോയാലും ഞാൻ നിന്നെ ഇട്ടിട്ട്, ആരെല്ലാം മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദൈവം നമ്മളോട് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്, മകളെ ഇനി പാപം ചെയ്യരുത്, ഈ ഹൃദയത്തിൽ ഇനി ഈ ഹിത്യൻ വരല്ല്, ഈ ഭയത്തിന്റെ ദുരാത്മാവ് പ്രവേശിക്കരുത്. അതിൽ നീ നാഴിക്ക് 40 വട്ടം എപ്പോഴും പാടണം.
എൻ്റെ കൂടെ ആരുണ്ട്? ഒരു ദൈവമുണ്ട്. എൻ്റെ കൂടെ ആരുണ്ട്? ഒരു ദൈവമുണ്ട്. ഇമ്മാനുവേൽ. നിങ്ങളറിയാമോ, ദൈവ പുരുഷന്മാരുടെ കൂടെ വചനം പരിശുദ്ധാത്മാവ് എഴുതിച്ചപ്പോൾ എന്തെഴുതിയെന്നറിയാമോ? ദൈവത്തിന്റെ കരം അവരുടെ കൂടെയുണ്ട്. എങ്ങനെ എഴുതിയത്? ദൈവത്തിന്റെ, ഏലിയാവിന്റെ കൂടെ എന്നാ ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ കരം. ഇഷ്ടംപോലെ വചനമാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വചനം പറഞ്ഞപ്പോൾ എന്താ എഴുതിയെന്നറിയാമോ? ദൈവത്തിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കൈയാണ് നമ്മളിങ്ങനെ അവിശ്വാസം കൊണ്ട് നിരസ്കരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദുഷ്ടന്റെ തീയമ്പ് കെടണമെങ്കിൽ ഒരായുധം തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ച് ആ ഭാഗം നമുക്ക് നിർത്താം. എഫേസ്യ ലേഖനം എടുക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദുഷ്ടന്റെ തീയമ്പുകൾ എങ്ങനെ കെട്ടുപോകും വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന, കണ്ടോ, വിശ്വാസം വരുമ്പോ ഭയം മാറും. അപ്പൊ ദൈവത്തിൽ വിശ്വാസം വരണം. നമുക്കെല്ലാം ഒരു പ്രശ്നം എന്നാന്നറിയാമോ? കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ഈ കാര്യം നടക്കും, പൈസ കൊണ്ട് നടക്കും. ഇത് സൗഖ്യമാവോ? സംശയമാണ്. ഇത് സൗഖ്യമാവോ? എല്ലാം കണ്ടാലേ തെളിവ് വേണം. കർത്താവ് ഒരു വചനം പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് നമുക്ക് കിട്ടണം. കാണാതെ വിശ്വസിക്കണം. ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് കാണാതെ വിശ്വസിക്കണമെങ്കിൽ അനേക വാഗ്ദാനങ്ങൾ അറിയാൻ പറ്റണം. അതിനാണ് ഈ വചനങ്ങളെല്ലാം. അനേക വാഗ്ദാനങ്ങൾ അറിയാൻ പറ്റണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ദുഷ്ടന്റെ തീയമ്പുകളെല്ലാം കെട്ടുപോകും. അവസാനം പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ കാണിക്കുക. എന്നാന്നറിയാമോ? ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം എടുക്കുമ്പോൾ രാത്രിയിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു പരവര വെളിച്ചത്തിൽ കർത്താവ് ഇങ്ങനെ കടലിൽ കൂടെ നടന്നു വരും. കർത്താവ് ഇങ്ങനെ കടലിൽ കൂടെ നടന്നു വരും. അവ ശിഷ്യന്മാർ കണ്ടു. കടലിൽ കൂടെ ഒരാൾ നടന്നു വരുന്നു. അവരെന്നാ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം എടുത്തി. എന്നിട്ട് ഏതാ വാക്യം ഒന്ന് കണ്ടുപിടിച്ചോ? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടു. ശിഷ്യന്മാർ ഭ്രമിച്ചു, പേടിച്ചു. അവരെന്നാ പറഞ്ഞത്? ഭൂതം. എന്നാ പറഞ്ഞത്? ഭൂതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് എന്നാന്നറിയാമോ? എന്നാ പറയുന്നത്? ഭൂതം, സാത്താൻ. ഉടനെ യേശുമ്പുരാൻ എന്നാ പറഞ്ഞ അവരോട്? 27-ാം വാക്യം. യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഞാനാണ്, ദൈവമാകുന്നു. എന്താകുന്നു? ദൈവമാകുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം അതാണ്. ദൈവമാണ്, വേറൊന്നുമല്ല. നിനക്കൊരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിക്കാതെ വരില്ലെന്ന്. നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നെങ്കിൽ ദൈവം സമ്മതിക്കാതെ വരില്ല. ഞാനാകുന്നു. അടുത്ത വാക്യം എന്നാ പറഞ്ഞത്? പേടിക്കരുത്. എന്നാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായ പത്രോസിന് ഒരാഗ്രഹം. അങ്ങനെ കർത്താവേ, നീയാണെങ്കിൽ ഞാനോട്, ഇല്ലേ, നീയാണെങ്കിൽ ഞാനോട് വരട്ടെ. ഏതാ? ഈ കടലിൽ കൂടെ അല്ലേ? കർത്താവ് പറഞ്ഞു പോരണം. അങ്ങനെ പത്രോസിലേക്ക് ഇറങ്ങി. ആരെ നോക്കി ഇറങ്ങി? ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു, 3-ാമത്തെ എന്നാ കണ്ടെന്നറിയാവോ? പത്രോസ് പെട്ടെന്ന് കാറ്റ് കണ്ടു. 30-ാമത്തെ വാക്ക്. കാഴ്ച മാറി. കാറ്റ് കണ്ടപ്പോൾ എന്തുണ്ടായി? ഭയം. ഭയം ഉണ്ടായപ്പോഴേ എന്ത് സംഭവിച്ചു? ഏതിലെ പേടിച്ചോ അതിൽ മുങ്ങി. അല്ലെ, ഏത് പേടിച്ചോ അത് മുങ്ങും. ഏത് പേടിച്ചോ അതിൽ മുങ്ങി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ സാത്താൻ ഇടുന്ന ഒരു വിത്താണ് ഈ ഭയം. ചിലർക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തോന്നുക എന്തോ ഒരു സാധനം വരാൻ പോവുക. വിളിച്ചു വരുത്തരുത്. എന്തോ വരാൻ പോവാന്ന് സാത്താൻ പറയുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ ദൈവം വരും. ആര് വരും? കർത്താവ് വരും. അവൻ വരും. ഈ ഇടയ്ക്ക് ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, കർക്കിടകം വരുക. എന്നാ വരുക?
ഞാൻ പോലും അപ്പം തന്നെ അറിഞ്ഞു ഇത് കർക്കിടകമാണോ. കർക്കിടകം വരുവോ? യോ, എന്തൊരു അസ്വസ്ഥത, കർക്കിടകം വരുന്നു. നമ്മൾ എന്നാ പറയേണ്ടത്? കർക്കിടകം വരുമെന്നാണോ പറയണ്ടേ? പിന്നെ എന്നാ വരുമെന്ന് പറയണം? കർത്താവ് വരും. കണ്ടോ, ഇതൊക്കെ ഫ്രീ ആയിട്ട് സാത്താൻ കയറ്റി. കർക്കിടകം വന്ന ഒത്തിരി അസുഖം വരുമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു വിശ്വാസം, അത് പ്രവർത്തിക്കത്തുള്ളൂ. എടുത്ത് തൂത്ത് കളയണം പ്രിയമുള്ളവര്. ഒരു ദൈവം വരും. അങ്ങനെ പ്രിയമുള്ളവര്, പത്രോസ് ലീഗ മുങ്ങിയപ്പോൾ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസ് എന്ത് ചെയ്തു? ഏതായാലും മുങ്ങി പോട്ടെ. അങ്ങനെയാണ് വരുന്നേ? അല്ല, പിന്നെ എന്ത് ചെയ്തു? പത്രോസ് എന്ത് ചെയ്തു? കർത്താവേ രക്ഷിക്കണമേ എന്ന് എന്ത് ചെയ്തു? നിലവിളിച്ചു. ചില സമയത്ത് നിലവിളിക്കണം. ചില സമയത്ത് നിലവിളിക്കണം. അല്ലാതെ ആ സമയത്ത് വായും പൊട്ടിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ സമയത്ത് പ്രിയമുള്ളവരെ നാണം വിചാരിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല. നന്നായിട്ട് വിളിക്കണം, കർത്താവേ രക്ഷിക്കാവോ. നിലവിളിക്കണം. ആത്മീയ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടെങ്കിൽ നിലവിളിക്കുക. കർത്താവ് അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? കൈ നീട്ടി എന്ത് ചെയ്തു? ഇത്രയല്ലേ നമുക്കറിയത്തുള്ളൂ അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ. കർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് പത്രോസ് ഇങ്ങളെ കടലിൽ കൂടെ നടക്കുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? പത്രോസിന്റെ കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ട്? കർത്താവ് പിടിച്ചിട്ട് കടലിൽ കൂടി ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് രണ്ടുപേരോട് വരിക. ആ വരവ് എങ്ങനെ ഉണ്ടാവും? രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ രാജത്വമുള്ളവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. രാജത്വമുള്ളവർ, ദൈവത്തിന്റെ മക്കളെ രാജത്വമുള്ളവർ. കാരണം നിന്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു രാജാതി രാജാവാണ്. അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ കടലിന്റെ മോളിൽ കൂടെ പത്രോസ് വരുന്ന ഒരു രാജാവിന്റെ ചൈതന്യത്തോടെ വരുന്നത് കണ്ടോ? നമ്മളെ മുക്കാനിരുന്ന തിരമാലകളെ ചവിട്ടി അമർത്താൻ ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. നിന്നെ മുക്കിത്താഴ്ത്തില്ലാതാക്കാൻ, ജീവിതം തന്നെ ഇല്ലാതാക്കാനിരുന്ന തിരമാലകളുടെ മുകളിൽ ഒരു രാജാതി രാജാവ് കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ പേടിക്കരുതടാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ധ്യാനിക്കേണ്ടത് എന്താണെന്നറിയാമോ? റീൽസ് കാണേണ്ടത് എന്താണെന്നറിയാമോ? ഇങ്ങനെ കൈയും പിടിച്ച് ഒരു കർത്താവ് ഈ പ്രശ്നത്തിന് മുകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകണം, കാണണം. അതാണ് കാണേണ്ടത്. ഒരു രാജാതി രാജാവ്, കർത്താതി കർത്താവ് ഇങ്ങനെ കയ്യും പിടിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നമ്മളിപ്പോ പറഞ്ഞ ഹിത്യരില്ല, തീർന്നു, അവനിനിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീകമായ ഒരു ധൈര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ കൈ ഇങ്ങനെ നമ്മുടെ മേലെ നീട്ടുമ്പോൾ ഉണ്ടാവുന്നതിന്റെ പേരാണ് ആത്മീക ശക്തി. ശക്തി അവിടെയാണ് കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, കല്ലെറിഞ്ഞു, എറിഞ്ഞു, കഴുത്ത് വെട്ടി, വെട്ടിക്കോ. കാരണം ഒരു കൈ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചങ്കും വിരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ എല്ലാം ചവറെണ്ണി അവർ നിന്നു. അതുകൊണ്ട് വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പള്ളിയിലിരിക്കുന്ന ആരുടെയും വിശുദ്ധി ദൈവം നോക്കുന്നില്ല. ആ പരീക്ഷയിൽ എല്ലാവരും തോറ്റുപോയി. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിശ്വാസം നോക്കും. വിശ്വസിക്കുന്നവർ മഹത്വം. എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ അടുത്തിപ്പോ ആര് വന്നിട്ടുണ്ട്? ഞാൻ ഈ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടിലൊരു കർത്താവ് വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിലൊരു കർത്താവ് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ കാണണം, എന്നെ ഇങ്ങനെ ഈ തിരമാലകളുടെ മുകളിൽ കൂടെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ പേരാണ് വിശ്വാസം. അങ്ങനെ കണ്ടാൽ നിന്റെ വീട്ടിലുള്ള എല്ലാ തീയമ്പുകളും ഇന്ന് കത്തി അമർന്നില്ലാതാകും, ചാമ്പലാകും. ഇവിടെ ദൈവം നമ്മളെ ഇവിടെ വിളിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കുർബാനകളിലും ബലിപീഠത്തിൽ കാണേണ്ടത് എന്നറിയാമോ? എന്റെ കൂടെ വരാൻ ഇങ്ങനെ കൈ നീട്ടി വരുന്ന ഒരു കർത്താവിനെ, അവനെ കാണാൻ പറ്റണം. അങ്ങനെ നിന്നാൽ നമ്മുടെ ഭവനത്തിൽ ഒരു കർത്താവ് വന്നിരിക്കും. അവൻ നമ്മളെ ദൈവോത്സവമായി നടത്തും. അങ്ങനെ പത്രോസിനെ കൈപിടിച്ച് നടത്തിയ ഒരു ദൈവം
എന്നെ നടത്തുന്നുണ്ടെന്ന് ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ that will be happen. സംഭവിക്കും പ്രിയമുള്ളവര്, അത് നടക്കും. ഞാൻ ഈ വെളിപ്പെടുത്തിന് മുമ്പിൽ നിന്ന് വെറുതെ എന്തെങ്കിലും വാക്കുകൾ പ്രഘോഷിക്കുകയല്ല. ഇതെല്ലാം ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് പറയുന്ന കാര്യം, അനുഭവങ്ങളിൽ നിന്ന്, അനേകര് കണ്ടതിൽ നിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവര്, വിശുദ്ധിയൊന്നുമല്ല, വിശുദ്ധി വിശ്വാസം വഴിയേ കിട്ടുള്ളൂ. വിശ്വസിക്കുന്നവർക്കുള്ള ഗിഫ്റ്റാണ് വിശുദ്ധി. അതുകൊണ്ട് ആദ്യം വരേണ്ടത് വിശ്വാസമാണ്. ഒരു യേശുവിലല്ലാതെ ഒരു രക്ഷയില്ല, യേശുവിലല്ലാതെ ഒരു വഴി എനിക്കില്ല, ഒരു വിടുതലില്ല. വിശ്വസിക്കണം. ആ കർത്താവിന്റെ കരം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചോ പ്രിയമുള്ളവരെ, അവൻ മാറി നിൽക്കുന്നവനല്ല, ഒന്ന് നിലവിളിച്ചാൽ കൈ നീട്ടുന്നവനാണ്. ആ കർത്താവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. യേശു നമ്മളെ നോക്കിയിട്ട് പറയുകയാണ്, പേടിക്കരുത്. എന്നാ പറയുന്നത്? പേടിക്കരുത്. കൈ അപ്പോഴേ നീട്ടി പിടിച്ചോ. ആര് പിടിച്ചു? കർത്താവ് പിടിച്ചു. വലം കൈക്കു പിടിച്ചു, വഴികാട്ടി നടത്തി. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനം കിടപ്പുണ്ട്. ഞാൻ അത്യന്തം ഭയമുള്ളവനായിരുന്നു, പക്ഷേ കർത്താവ് വലം കൈ നീട്ടി. കേട്ടോ, 3-ാം അധ്യായം പോയിട്ട് വായിക്കണം കേട്ടോ. വിലാപങ്ങൾ 3 വായിച്ചാൽ അവിടെ കാണാൻ പറ്റും. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്. അടുത്തത് ആരാണെന്നറിയാമോ? അടുത്ത രാജ്യം അമോര്യർ. ആരാണ്? അമോര്യർ. അമോര്യർ എന്ന് പറയുമ്പോൾ തന്നെ യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം നോക്കണം. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എന്താണെന്നറിയാമോ? അവർ പർവ്വതങ്ങളിൽ താമസിക്കുന്നവരാണ്. എവിടെ താമസിക്കുന്നവരാണ്? അപ്പൊ അവർക്ക് എന്നാ ഉണ്ട്? സ്വാഭാവികമായിട്ടും താഴെ നിൽക്കുന്നവരാണോ? അല്ല, പിന്നെ അവര് ഉയർന്നു നിൽക്കുന്നവരാണ്. അപ്പൊ അമോര്യരെ കുറിച്ച് പിതാക്കന്മാർ ടിപ്പോളജിക്കലായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അഹങ്കാരം എന്ന മൂലഭാവം. രണ്ടാമത്തേതാണ് കേട്ടോ, അഹങ്കാരം. നിങ്ങൾക്കറിയാമോ, എല്ലാ പാപങ്ങളുടെയും റൂട്ട് കോസ് അഹങ്കാരമാണ്. എല്ലാ പാപങ്ങളുടെയും മുള പൊട്ടുന്നത് ഈ അഹങ്കാരത്തിൽ നിന്ന്. ജോൺ ക്ലൈമാക്കസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്, മരുഭൂമിയിൽ താമസിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, എന്തേ നിനക്ക് ആത്മീകമായിട്ട് വളർച്ചയില്ല? ആത്മീകമായിട്ട് ഒരു മരവിപ്പെന്ത്? മാമോദിസ മുങ്ങിയല്ലോ, വേദപുസ്തകം വായിക്കുന്നുണ്ടല്ലോ, പള്ളി പോണുണ്ടല്ലോ, ധ്യാനമുണ്ടല്ലോ, എല്ലാം ഉണ്ട്. പക്ഷെ എന്തേ ആത്മീകമായ ഒരു മുരടിച്ച? അദ്ദേഹം പറയുന്നു, നിന്റെ ആത്മീക വളർച്ചയുടെ അന്തകൻ അഹങ്കാരമാണ്. അപ്പൊ നീ പറയും അഹങ്കാരമില്ല, ഞാൻ വളരെ സിമ്പിളാണ്, എളിമയുള്ളവനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിനക്കറിയോ ഒരു കാര്യം? പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പാടി, എന്റെ ദേഹി എന്റെ കർത്താവിനെ പുകഴ്ത്തുന്നു. എന്നിട്ട് അമ്മ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം, ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചവരെ. എവിടെയാണ് അഹങ്കാരം? പ്രവൃത്തിയിലില്ല, സ്വഭാവത്തിലില്ല, പെരുമാറ്റത്തിലില്ല. രണ്ടും രണ്ടാ കേട്ടോ. ബിഹേവിയർ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും? നല്ലതായിട്ട്. ഓ, എന്തോ നല്ല അച്ഛൻ. പക്ഷെ എന്റെ സ്വഭാവത്തിൽ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴേലും തനിനിറം വരും. അതുകൊണ്ട് ബിഹേവിയറും കോണ്ടാക്റ്റും രണ്ടും രണ്ടാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് അവന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിനയം വരിച്ചു. വളരെ ശ്രദ്ധിച്ച്. പ്രവൃത്തിയിൽ വിനയം. ആരും പറയും എന്തൊരു എളിമ, പക്ഷെ ആത്മീയമായി വളർച്ചയില്ല. എന്നാന്നറിയാമോ? ഹൃദയ വിചാരത്തിൽ എന്നാ ഉണ്ട്? അഹങ്കാരം. ഹൃദയ വിചാരത്തിൽ അഹങ്കാരം. വിചാരത്തിലേ ഉള്ളൂ, പ്രവൃത്തിയിൽ. ഹൃദയത്തിൽ ഇങ്ങനെ അഹങ്കാരം വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അയൽവക്കംകാർ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാം, ഞാനും കേറുപടി ഒരിക്കൽ. പിന്നെ അപ്പുറത്ത് നല്ല പന്തലൊക്കെ ഇട്ട് ഭയങ്കര പരിപാടി നടക്കുക. എന്നാ സംഭവം? ഒരപ്പച്ചൻ്റെ 40 കേട്ടോ. അപ്പച്ചന് പുളിയൊക്കെ കയറി താഴെ വീണു. ഇല്ലേ? അപ്പൊ ഇപ്പുറത്തിരുന്നപ്പോ ഈ നല്ല പന്തലും ഭയങ്കര പരിപാടിയൊക്കെ കണ്ടപ്പോ ഇപ്പുറത്തിരുന്ന വെച്ച ഒരാൾ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു, ഇവിടെയും പുളി ഉണ്ട് കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിലും ഗംഭീരമായിട്ട് നടത്തും. കർത്താവേ, പ്രിയമുള്ളവർ, ഇതൊന്നും ആർക്ക് കാണാൻ പറ്റില്ല.
പക്ഷെ ഇതാര് കാണും? ആര് കാണും? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവർ താഴെ വീഴും. ഒരു മാലാഖ, ഒരു കൂട്ടം മാലാഖമാർ, അവർ പ്രവൃത്തിയിലൊന്നും കാണിച്ചില്ല. പക്ഷെ അവര് ഹൃദയ വിചാരത്തിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു. അതാണ് യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ കർത്താവിന്റെ ആരാധന നടക്കുന്ന സമയത്ത് പാട്ട് പാടുന്നവരാണ്. പാട്ട് പാടുന്ന മാലാഖ. ആ മാലാഖ ഇങ്ങനെ തോന്നുകയാണ്, ഹൃദയത്തിൽ അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. എന്താണ് തോന്നുന്നത്? 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ പോകും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാനിരിക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ എന്താ ഈ എല്ലാം റിപ്പീറ്റ് ആയത്? ഇതിലെല്ലാം എന്നാ റിപ്പീറ്റ് ആയത്? ഞാൻ ഹൃദയത്തിൽ അഹങ്കരിച്ചു, ഞാനിങ്ങനെ കയറിപ്പോകും. മനസ്സിലായി? ഞാനിങ്ങനെ കയറി പോകും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വിശുദ്ധരായ പിതാക്കന്മാരുടെ അടുക്കലൊക്കെ സാത്താൻ വന്നിട്ട് പറയുകയാണ്, ഇത്തിരി വിശുദ്ധ പിതാക്കന്മാരുടെ അടുത്ത് സാത്താൻ വന്നിട്ട് കൊടുത്ത പ്രലോഭനം എന്നാന്നറിയാമോ? പേര് വലുതാക്കുമെന്ന്. ആ, നീ നാളെ മരിച്ചവനെ എഴുന്നേൽപ്പിക്കും. ഓ, അങ്ങനെ ഞാൻ നാളെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ച പിന്നെ ലോകം മൊത്തം ആരുടെ പുറകെയായി? മനസ്സിലായില്ലേ? ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ വിശുദ്ധിയുടെ നെറുകയിൽ പല പിതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. സാത്താനാണ് വെളിച്ചദൂതന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. നീ നാളെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സ്നേഹമുള്ളവര്, ആരാണ് സാത്താൻ? ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ച മാലാഖ. ആരാണ് സാത്താൻ? ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ച മാലാഖയാണ്. ആര്? അപ്പൊ നമ്മൾ ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ച നമ്മൾ ആരാ? അത്രേ ഉള്ളൂ. നമ്മൾ സാത്താനായി മാറി. ചില വീട്ടിൽ ചിലർക്കൊരു വിചാരമുണ്ട്, ഞാനുണ്ടേലേ ഈ വീടുള്ളൂ. എന്നാ? ഞാനുണ്ടേലേ ഉള്ളൂ, ഞാൻ മീൻകറി വെച്ചാലേ ഒക്കത്തുള്ളൂ, വേറെ ആര് വെച്ചാലും ഒക്കില്ല. മനസ്സിലായില്ലേ? ഞാനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, ഞാനില്ലാതിനെ കാണാമായിരുന്നു. എന്നെ പ്രിയമുള്ളവരെ, ഇതെല്ലാം ഹൃദയ വിചാരത്തിന്റെ അഹങ്കാരങ്ങളുടെ ആ ബഹിർസ്ഫുരണമാണ്, പുറത്തോട്ട് വന്നതാണ്. അതുകൊണ്ട് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവർ തകർന്നു പോകും. അങ്ങനെ ഹാമിന്റെ മകനായ കനാൻ, അവനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കനാന്റെ മക്കൾ ശീനാർ ദേശത്ത് ചെന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവരിങ്ങനെ പറഞ്ഞു, നമുക്ക് പേരുണ്ടാക്കണം. നമുക്ക് എന്നാ ഉണ്ടാക്കണം? പേരുണ്ടാക്കണം. ഗ്രേറ്റ്, കൊള്ളാം, ഇന്ന കുടുംബം, വലിയ കുടുംബം, പേരുണ്ടാക്കണം. അങ്ങനെ പേരുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരാണ് ബാബേൽ. അങ്ങനെ പേരുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരെന്താണ്? ബാബേൽ. അത് പോയോ മുന്നോട്ട്? തകർന്നു എന്ന് മാത്രമല്ല, ചെതറി. ഇനി നോക്കണം, പേരുണ്ടാക്കുകയല്ല വേണ്ടിയത്. പിന്നെ എന്താണ് വേണ്ടിയത്? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നോക്കിയതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം നോക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പേരുണ്ടായി. പേരുണ്ടാക്കുകയല്ലായിരുന്നു, പേരെന്ത് ചെയ്തു? പേരുണ്ടായി. എങ്ങനെ പേരുണ്ടായി? കുറെ അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ ജീവിച്ചപ്പോൾ, യേശുവിൽ ജീവിച്ചപ്പോൾ, അവരെ തന്നെ എളിമയായി ക്രിസ്തുവിന്റെ ഉപകരണമായി സമർപ്പിച്ചപ്പോൾ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. തന്നെ ഉണ്ടായത്, ഉണ്ടാക്കിയതല്ല, പേരുണ്ടായി. ആ വീട് കാണുമ്പോൾ കുറെ ആൾക്കാർ പറയുകയാണ്, ആ വീട്ടിൽ ദൈവമുണ്ട്, ആ മനുഷ്യന്റെ കൂടെ ദൈവമുണ്ട്, ദൈവം കൂടെയുള്ള ആളാണ്. പേരുണ്ടാക്കിയതല്ല പ്രിയമുള്ളവര്, പേരുണ്ടാവുകയാണ്. പേരുണ്ടാവുക. എങ്ങനെ പേരുണ്ടാവുന്നു? നീ നിന്റെ ദൈവത്തിന്റെ കാൽ കീഴിൽ എങ്ങനെ ഇരിക്കണം? അമർന്നങ്ങിരിക്കണം. ഒരു വാക്യം നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം എടുക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ദൈവം എന്ത് ചെയ്യുന്നു? 6-ാമത്തെ വാക്യം നോക്കിക്കേ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക്, കണ്ടോ, കൃപ, ഒരു പ്രത്യേക വാക്കാ കൃപ. കൃപ
പ്രിയമുള്ളവരെ, അഹങ്കാരം വന്ന കൃപയില്ല. കൃപയില്ലെങ്കിൽ എല്ലാ പാപം വരും. അതുകൊണ്ടാണ് ഈ അഹങ്കാരം റൂട്ട് കോസ് എന്ന് പറയുന്നത്, മൂലപാപം. അഹങ്കരിച്ചവർ നോ പറയാൻ പറ്റാതെ പാപങ്ങളിൽ വീഴും. നോ പറയാൻ പറ്റില്ല, ശരീരം മലിനമാകും, അനേക പാപങ്ങളുടെ അവസരങ്ങൾ വരും. നോ പറയാൻ പറ്റില്ല, കാരണം ഹൃദയ വിചാരത്തിൽ അഹങ്കാരമാണ്. നോ പറയാൻ പറ്റില്ലെന്നാണ് കേട്ടോ. എഫെസ്യർ 4:19 എഴുതി വെച്ചാൽ മതി. മനസ്സിങ്ങനെ തഴമ്പിച്ച് പ്രിയമുള്ളവര് നോ പറയാൻ പറ്റാതെ എല്ലാ തിന്മകളിലേക്കും. അവിടെയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവം അഹങ്കാരികളോട് എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് എന്നാ നൽകുന്നു? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. ആർക്ക് കീഴടങ്ങിയിരിക്കണം? എല്ലാം ദൈവത്തിന് പേര് കൊടുക്കണം. എല്ലാറ്റിൻ്റെയും പേര് ക്രിസ്തുവിന് കൊടുക്കണം. വലിയ മാർ ബെസേലിയോസ് അദ്ദേഹം പറയുകയാണ്, സാത്താൻ മുട്ടുമടക്കിയത് ഒന്നിന്റെ മുമ്പിൽ മാത്രമാണ്. ഏതിന്റെ മുമ്പിലാണെന്ന് അറിയാമോ? ഒരു തിരുക്കുമാരൻ, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, മണ്ണിന്റെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തി അരയെ തൂവാലെ ചുറ്റി മുട്ടുകുത്തിയപ്പോൾ സാത്താൻ തോറ്റെന്ന്. ഒരു കുർബാന സ്ഥാപിക്കുമ്പോൾ യേശുമ്പുരാൻ തൂവാലെ അരയെ ചുറ്റി മണ്ണിന്റെ മുമ്പിൽ ദൈവം മെനഞ്ഞെടുത്ത മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ അവന്റെ രാജ്യം വീണെന്നാണ്. വലിയ മാർ ബെസേലിയോസ് അവന്റെ രാജ്യം വീണു. പ്രിയമുള്ളവരെ, ആ മുട്ടുകുത്തിയതിന്റെ രഹസ്യമാണ് വിശുദ്ധ കുർബാന. അത്രയ്ക്ക് താഴ്ത്തപ്പെടണം. എന്നിട്ട് യെശയ്യാവ് 57 പറയുകയാണ്, 15 മുതലുള്ള വാക്യത്തിൽ, ഞാൻ ഉന്നതനാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനാണ്, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി 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 നിന്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം ചെറുതാകണം, ഞാൻ എന്തുമാത്രം ചെറുതാകണം. അപ്പം നീ എന്നെക്കാളും വലിയവനായിട്ട് നിൽക്കുകയാണ്, നീ രോഗിയായി തീരും. ഈ അഹങ്കാരം വരുമ്പോൾ രോഗം വരുമെന്നുണ്ട്. നീ രോഗിയായി തീരും. ഞാൻ അത്രയും എളിമപ്പെട്ടപ്പോൾ നീ അതിനേക്കാളും വിനയപ്പെട്ടാൽ ഞാനൊരു സൗഖ്യം നിനക്ക് തരാം. അറിയാമോ? നെബൂഖദ്നേസർ രാജാവ് അന്ന് പഴയ കാലത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ബാബിലോൺ. അവിടെ ഇങ്ങനെ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്. ലോകാത്ഭുതങ്ങളിൽ, പഴയ കാലത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഹാങ്ങിങ് ഗാർഡൻ. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. നെബൂഖദ്നേസർ രാജാവ് ഇത് പണിതിട്ട്, ഈ മഹതിയായ ബാബിലോൺ പണിതിട്ട്, ഒരു ശത്രു സൈന്യത്തിനും കയറാൻ പറ്റില്ല, ആർക്കും കീഴടക്കാൻ പറ്റില്ല. അങ്ങനെ ചുറ്റും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട മഹതിയായ ബാബിലോൺ മനോഹരമായ കൊട്ടാരമുണ്ടാക്കി. എന്നിട്ട് രാജാവ് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ അവൻ ഉലാത്തിക്കൊണ്ടിരുന്നു, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്തിൽ, എൻ്റെ പണം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്കുകൊണ്ട്, എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ? സെക്കൻഡ് കൊണ്ട് താഴെ പോയി, രോഗിയായി മാറി. ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് യേശുമ്പുരാന് ശേഷം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവര്, അദ്ദേഹം ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു രാജാവിന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ രാജാവ് സ്വയം മഹത്വം എടുത്ത നിമിഷങ്ങളിൽ തന്നെ ശരീരം കൃമി ബാധിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. ശരീരത്തിൽ എന്നാ വന്നു? കൃമി വന്ന് ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21-ാം വാക്യം, നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ജനമെല്ലാം മനുഷ്യന്റെ ശബ്ദമല്ല ദേവന്റെ ശബ്ദമെന്ന് പറഞ്ഞ് ആർത്തു. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഹൃദയത്തിൽ ഇങ്ങനെ അഹങ്കരിച്ചപ്പോൾ ഒരു ദൂതൻ വന്നവനെ തൊട്ടു. അവൻ കൃമി ബാധിച്ചു, ശരീരം അഴുകാൻ തുടങ്ങി. ശരീരം എന്ത് ചെയ്യാൻ തുടങ്ങി? ക്യാൻസറസ്. കണ്ടോ? അതുകൊണ്ടാണ് യെശയ്യാവ് 57 പറഞ്ഞത്, ഞാൻ ഉന്നതനാണ്, നിന്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ എന്തുമാത്രം താഴണം, അത്രയും താഴ്ന്ന എന്നെക്കാൾ നീ മുകളിൽ നിന്നാൽ നീ രോഗിയായിത്തീരും. ഞാൻ ഇത്രയും എളിമപ്പെട്ടപ്പോൾ നീ എന്തുമാത്രം എളിമപ്പെടണം. പ്രിയമുള്ളവരെ, വിനയം വന്നാൽ ദൈവം അവിടെ ജയമെടുക്കും. വിനയം വരുന്നിടത്ത് ആര് ജയമെടുക്കും? ദൈവം ജയിക്കും.
യെരമ്യായുടെ പുസ്തകത്തിൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. യെരമ്യാവേ, എടാ, ബലം പ്രയോഗിച്ച് ഞാൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബലം പ്രയോഗിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ്. യെരമ്യാ പറഞ്ഞു, എന്നാ പണിയാ ദൈവമേ, എന്നെപ്പോഴും തോപ്പിക്കുകയാണല്ലോ. ദൈവം പറഞ്ഞു, എടാ, ഞാൻ നിന്നെ തോപ്പിച്ചില്ലെങ്കിൽ സാത്താൻ നിന്നെ ജയിക്കും. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ഞാൻ നിന്നിൽ എന്ത് ചെയ്യും? ജയിക്കും കേട്ടോ. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ എനിക്കൊന്ന് യെരമ്യാ 20 ഉണ്ടെന്ന് തോന്നുന്നത് കേട്ടോ. യെരമ്യാ 20:7, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. അപ്പോഴല്ല ഞാൻ പരിഹാസമായി. എന്റെ ദൈവം എന്നിൽ ബലം പ്രയോഗിച്ച് ജയിച്ചപ്പോൾ ഞാൻ ആരായി മാറി? പരിഹാസ വിഷയമായെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഒരു പരിഹാസവും നിന്ദയും ഒക്കെ കർത്താവ് ചിലപ്പോൾ ബലം പ്രയോഗിച്ച് ജയിച്ചതിന്റെ അടയാളമാണ്. അതെന്ത് ചെയ്യണമെന്നറിയാമോ? നന്ദി പറഞ്ഞ് സ്വീകരിക്കണം. അപ്പോൾ എന്താണെന്നറിയാമോ? സാത്താൻ മുട്ടുകുത്തും. അപ്പൊ നമ്മൾ എളിമപ്പെടണം. എന്തുകൊണ്ട് ഈ യോസേപ്പിന് പൊട്ടക്കിണറും കാരാഗ്രഹവും? ചിന്തിച്ചിട്ടുണ്ടോ? സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോ പറഞ്ഞിട്ടുണ്ട്. എന്നാന്നറിയാമോ? യോസേപ്പിന് പൊട്ടക്കിണറും കാരാഗ്രഹവും എന്തിനാണെന്നറിയാമോ? എളിമ കൊടുക്കാൻ, എളിമയിലേക്ക് വരാൻ. കാരണം പിന്നീട് അവൻ അധികാരിയാകുമ്പോൾ അഹങ്കാരം വന്ന തീർന്നു. പിന്നെ ദൈവമല്ല പ്രവർത്തിക്കുന്നത്, സാത്താനായിരിക്കും. ഒരു രാജ്യം നശിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? വളരെ നേരത്തെ എളിമപ്പെടുത്തി കക്ഷതയുടെ തീച്ചൂള തന്ന് അവനെ പ്രിയമുള്ളവരെ ശോധന ചെയ്തു എന്നാണ്. അങ്ങനെ ദൈവം പറഞ്ഞ വചനങ്ങൾ മുഴുവൻ നിവൃത്തിയാകുവോളൂ, ദൈവം പറഞ്ഞിട്ടുള്ള വചനങ്ങൾ മുഴുവൻ നിവൃത്തിയാകുവോളൂ യോസേപ്പ് ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങി. 105-ാം സങ്കീർത്തനത്തിന്റെ 18-19 വാക്യങ്ങളാണ്. വചനം നിവൃത്തിയാകണമായിരുന്നു. യോസേപ്പേ, നീ എളിമയുള്ളവനാകണം. അവിടെയാണ് ഫലപ്രദമായ വൃക്ഷമാകുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും പുറമെ അഹങ്കാരമില്ല. പക്ഷേ വചനം പറയുന്നു, ഹൃദയ വിചാരത്തിൽ എന്നാ ഉണ്ട്? അഹങ്കാരം. ഹൃദയ വിചാരത്തിൽ അഹങ്കാരമുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ചില ഡയലോഗുകളൊക്കെ മനസ്സിൽ വരുന്നത്. ഞാനില്ലായിരുന്നെ കാണായിരുന്നു, ഞാനാണിതെല്ലാം ചെയ്തത്, ഒയ്യോ എന്നോട് മാത്രം പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം ഹൃദയത്തിലുണ്ടാകുന്ന ചില ചിന്ത. ഞാൻ മാത്രം അറിഞ്ഞു, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇവിടുത്തെ ആരാ? ഈ വീട്ടിലെ ആരാന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇരുന്നിട്ട് ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലല്ലോ. പുറത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടെ ഒരു വിലയില്ല. ഈ വീട്ടിൽ ഞാൻ ആരാണ്? ഞാനില്ലായിരുന്നെ കാണായിരുന്നു. കർത്താവേ, പ്രിയമുള്ളവരെ, അഹങ്കാരം വരുന്നിടത്ത് ആരില്ല? ദൈവമില്ല, സാത്താനാണ്. അതുകൊണ്ട് ഹൃദയ വിചാരങ്ങൾ എളിമപ്പെടാൻ എന്ത് ചെയ്യണം? ഹൃദയ വിചാരങ്ങൾ എന്ത് ചെയ്യണം? എളിമപ്പെടണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? അതിന് നമ്മൾ സ്വയം ഇങ്ങനെ പരിശോധിക്കണം, സ്വയം പരിശോധിക്കണം. സിറിയയിലെ വിശുദ്ധ യാക്കോബ് പറയുകയാണ്, സ്വന്തം പാപങ്ങളെ കാണാൻ പറ്റുന്നവൻ, ശ്രദ്ധിച്ച്, സ്വന്തം പാപങ്ങളെ കാണാൻ പറ്റുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനേക്കാൾ ദൈവത്തിന് മുമ്പിൽ വലിയവനാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ വലിയവനാണ് ആര്? സ്വന്തം ഹൃദയ വിചാരങ്ങൾ പോലും കാണാൻ പറ്റണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിചാരിച്ചില്ലേ, എന്നെ എല്ലാവരും ഇങ്ങനെ ആദരിക്കണമെന്ന്, എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന്. ഹൃദയ വിചാരത്തിൽ അഹങ്കാരം. അപ്പൊ എന്ത് ചെയ്യണം? സ്വയം ഇങ്ങനെ പരിശോധിക്കണം. എന്നിട്ട് പിതാക്കന്മാർ പറയുന്നത് എന്നാന്നറിയാമോ? ആരും കാണാത്ത രഹസ്യ അറയുണ്ടാകണം. ആരും കാണാത്ത എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ലോകം അറിയരുത്. ലോകമറിയാത്ത ഒരു രഹസ്യ പ്രാർത്ഥനാ ജീവിതം നീയും നിന്റെ ദൈവവും തമ്മിലുണ്ടാകണം. അങ്ങനെ നീ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്താണ് നിലവിളിക്കേണ്ടത്, എന്റെ ദൈവമേ. നീ കരയേണ്ടത് അവിടെയാണ്, മനുഷ്യന്റെ മുമ്പിലല്ല, എല്ലാവരും നിൽക്കുന്നിടത്തല്ല. ഒരു രഹസ്യാറ ഉണ്ടാകണം. എന്നിട്ട് ആരും കാണാത്ത ദാനധർമ്മം ഉണ്ടാകണം. അവിടെ 10 പൈസ കൊടുത്തു, ഇവിടെ കണ്ടാൽ ഒരു പ്രയോജനമില്ല. കൊടുത്തു എന്നറിഞ്ഞാൽ ഇവിടെ വെച്ച് കിട്ടിയെന്നാ പറഞ്ഞ പ്രതിഫലം പിന്നെ ഇല്ല. സ്വർഗത്തിൽ ഒരു പ്രതിഫലം കിട്ടണമോ? ആരും കാണാത്ത കൈകൾ ഇങ്ങനെ നീളണം. നീ കൊടുക്കണവർക്ക് ദാനധർമ്മങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം? ഒരു കാര്യം ധ്യാനിക്കണം. എന്താ ധ്യാനിക്കേണ്ടതെന്നറിയാമോ?
ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്താണ് ഈ ധ്യാനിക്കേണ്ടത്? ഞാനെന്താ ഈ ധ്യാനിക്കേണ്ടത്? എളിമ കിട്ടാൻ എന്ത് ധ്യാനിക്കണം? അങ്ങനെ ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാഴ്ച കാണാൻ പറ്റി. എന്നാന്നറിയാമോ? കാക്ക കൊണ്ട് അപ്പം കൊടുക്കും. ആരെയും അപ്പം കൊടുത്തേ? കാക്ക. എവിടെയൊരു ലോക ചരിത്രത്തിൽ അപ്പം കിട്ടിയ കാക്ക ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അറിയാവോ? കാക്കയുടെ സ്വഭാവം എന്നാ? ഉള്ള അപ്പം അടിച്ച് മാറ്റുന്നയാളാണ്. പക്ഷെ അവിടെ പ്രിയമുള്ളവരെ, ഞാൻ അങ്ങോട്ട് ആശ്രമത്തിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. പണ്ട് നെയ്യപ്പം കൊടുത്തു. അവൻ നെയ്യപ്പം കൊടുത്തപ്പോൾ ചെറിയ ചെക്കനുണ്ട്. അവനിങ്ങനെ ഒരു മതിൽ പോലത്തെ സാധനത്തിൻ്റെ അവിടെ നെയ്യപ്പം വെച്ച് ചായ കുടിച്ചു. അവൻ ഇത് തിന്നത്തില്ല. എന്ത് ചെയ്താ? ഇടയ്ക്ക് നക്കുന്നു വെക്കുന്നു, തിന്നത്തില്ല. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. പിള്ളേരെല്ലാം തിന്നു കേട്ടോ. അപ്പൊ ഒരു കാക്ക, പാവം പയ്യനല്ലേ കൊച്ചനല്ലേ എന്ന് പറഞ്ഞ പേരയുടെ മോടി ഇരുന്നതെല്ലാം കാണുന്നുണ്ട്. അവൻ നെയ്യപ്പം നക്കുന്നു വെക്കുന്നു, നക്കുന്നു വെക്കുന്നു, ഒത്തിരി നേരമായിട്ട് കാണുക. അപ്പൊ ഒത്തിരി കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് തോന്നി ഇവൻ ഏത് വേണ്ട, ഇവന് വേണ്ട. അവൻ നക്കി വെക്കുകയും ആരെടുത്തോണ്ട് പോയി. എല്ലാ പിള്ളേരും കഴിച്ചു കഴിഞ്ഞാൽ ഇവനിതിങ്ങനെ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നത്. കാക്ക കൊണ്ടുപോയി. സംഭവിച്ച കാര്യം ഞാൻ ഈ പറഞ്ഞ കേട്ടോ. കർത്താവ് പ്രിയമുള്ളവര്, അതാണ് കാക്കയുടെ സ്വഭാവം. ദൈവം എന്നെ ഒരു കാര്യം കാണിച്ചു. കാക്ക ഒരിക്കലും എന്തുകൊണ്ട് കൊടുക്കില്ല? സ്വഭാവം വളരെ മോശം. മനസ്സിലായോ? ദൈവം എന്നോട് പറഞ്ഞടാ, നിന്റെ കയ്യിലാണ് കുർബാന തന്നത്. എന്നാ തന്നത്? തരാൻ കൊള്ളുന്നവനാണോ? അല്ല, കാക്കയെ പോലെയുള്ളവൻ. അത്രയ്ക്ക് മലിനനാണ് നീ. എടാ, എന്നിട്ടും ഞാൻ തന്നില്ല നിനക്ക്. എന്റെ ഈ ശരീരം നിന്റെ കൈകളിൽ ഉണ്ടോ? യോഗ്യനല്ലെന്ന് നീ. ഞാൻ തന്നില്ലേ ഇത് കൈകളിൽ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാക്കയെ തിരഞ്ഞെടുത്ത് അപ്പം കൊടുക്കാൻ അഭിഷേകം ചെയ്ത ദൈവം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ യോഗ്യതയല്ല, നിന്റെ മഹിമയല്ല, നിന്റെ മെടുക്കുമല്ല. ആണോ? കാക്കയാണ് നീ. നിന്നെ അറിയാൻ പറ്റുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം. നീ നിന്നെ അറിയണം. എന്നിട്ടും ഒരു ദൈവം ഈ അപ്പം തന്നല്ലോ എന്നോർത്തിട്ട് ഒന്ന് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരു കുടുംബം തരാൻ യോഗ്യതയുണ്ടോ? ഇങ്ങനെ ഒരു ജീവിതം തരാൻ യോഗ്യതയുണ്ടോ? അത്രയ്ക്ക് മലിനനായിരുന്നു. പക്ഷെ എന്നിട്ടും ദൈവം നമുക്ക് ചിലതെല്ലാം ഏൽപ്പിച്ചു തന്നു. കർത്താവിൽ സ്നേഹമുള്ളവര്, നന്ദി പറയണം, നന്ദി പറയണം. അതുകൊണ്ട് അഹങ്കാരം കുറയാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അഹങ്കാരം, ഞാനിപ്പോ പറയുന്ന എല്ലാം പ്രതിവിധികളാണ് കേട്ടോ. എന്തൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞത്? സ്വയം എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഞാൻ ആരാണെന്ന് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കണം. കർത്താവ് നമ്മളോട് ചോദിക്കുക, നിന്റെ പേരെന്താ, നിന്റെ പേരെന്താ, നിന്റെ പേര്. എന്നിട്ട് എന്ത് ചെയ്യണം? ആരും കാണാത്തൊരു രഹസ്യ ജീവിതം ഉണ്ടാകണം. ദൈവവുമായിട്ട് ചേർന്നുള്ള ഒരു ജീവിതം. അവിടെയാണ് പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. അത് ദൈവത്തിന് സമർപ്പിക്കണം. ദാനധർമ്മം ചെയ്യുന്നത് ആരും കാണരുത്. ഒരു ഉപകാരം ചെയ്യുന്ന ആരും അറിയരുത്. മനസ്സിലായോ? അപ്പൊ ദൈവത്തിന് കൊടുക്കണം. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് എളിമപ്പെട്ടതുപോലെ ഒന്ന് എളിമപ്പെടാൻ എനിക്കൊന്ന് കാണിച്ചു തരണമേ. ദൈവം നമ്മളെ കാണിച്ചു തരും. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഇത്രത്തോളം എന്നെ സ്നേഹിപ്പാൻ ഞാൻ, ഒയ്യോ, ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ ദൈവമേ, എന്തുമാത്രം പാപത്തിൽ ജീവിച്ചതാണ്, എന്തുള്ളൂ ദൈവമേ. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നന്ദി പറയാൻ പഠിക്കണം. എന്നാ പറയാൻ പഠിക്കണം? നന്ദി. നന്ദി പറഞ്ഞാൽ അഹങ്കാരം കുറയുമെന്ന് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എല്ലാം കൊടുക്കണം. നിങ്ങൾക്കറിയാമോ, ആ ഉദ്ധിതനായ കർത്താവ് മീൻ പിടിക്കുന്നവരുടെ അടുക്ക ചെന്നേച്ച് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, ഒന്നും ഇല്ല. വലതുവശത്ത് വലയെടുക്കാൻ പറഞ്ഞപ്പോൾ വല വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്നാ പറഞ്ഞത്? അത് കർത്താവാണ്. എന്നാ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ഈ വല നിറഞ്ഞത് കർത്താവാണ്. ഈ ജീവിതം വിജയിച്ചതിന്റെ കാര്യം കർത്താവാണ്. എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയത് കർത്താവാണ്. അത് കർത്താവാണ്. അങ്ങനെ വിളിച്ചു പറയണം. ആ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നന്ദി പറയാൻ പറ്റണം കേട്ടോ. നന്ദി പറയാൻ നമുക്ക് പറ്റണം. നന്ദി പറയാന്ന് പറഞ്ഞാൽ യൗക്കാരിസ്തയോ, സ്തുതിക്കുക എന്നർത്ഥം. വിശുദ്ധ കുർബാനയുടെ പേരെന്താണെന്നറിയാമോ? യൂക്കരിസ്റ്റ്. നന്ദി പറയുക എന്നർത്ഥം. ദൈവത്തിന് നന്ദി പറയുക. ഓരോ ബലിയർപ്പണവും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്.
ഇനി നന്ദി പറയുന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാകും. നന്ദിയുടെ ഓപ്പോസിറ്റ് എന്തായിരുന്നു? നിന്ദിക്കുക, അല്ലേ? എന്നാ വേദപുസ്തകം പഠിക്കുക അങ്ങനെയല്ല. നന്ദിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? പരാതി. നന്ദിയുടെ ഓപ്പോസിറ്റ് എന്താ? പരാതി. അഹങ്കരിക്കുന്നവർ, പ്രിയമുള്ളവര്, പരാതി പറയുന്നവരാണ്. അവർ പറയും പുറമെ നല്ല ജീവിതമാട്ടോ, എപ്പോഴും പള്ളി വരും, പ്രാർത്ഥിക്കും, എല്ലാം പറയും. എന്നിട്ട് പള്ളി വന്നിച്ച് പറയും, ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ, ഞാൻ മാത്രം ഇങ്ങനെ. പരാതി. ഭർത്താവേ, അവനെ നോക്ക്, അവരൊരു കുഴപ്പമില്ല, ഇവർക്കും ഒരു കുഴപ്പമില്ല. പ്രിയമുള്ളവര്, ഏതവസ്ഥയിലിരുന്നാലും പൊട്ടക്കിണറ്, കാരാഗ്രഹം, തീച്ചൂള, സിംഹക്കുഴി, കാലിത്തൊഴുത്ത്, എവിടെ ഇരുന്നാലും നന്ദി പറയുന്ന ജീവിതമാണ് എളിമയുടെ ജീവിതം. എന്ന് പറയുന്ന ജീവിതം നന്ദി പറയുക, നന്നായിട്ട് നന്ദി പറയുക. ഇങ്ങനെ നന്ദി പറയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അമൂര്യരില്ല. ആ ജനതയെ നീ ജയിച്ചു കഴിഞ്ഞു. ഹൃദയ വിചാരത്തിൽ അമൂര്യരില്ല. ആ ജനത കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോവുക. കനാന്യർ. അടുത്ത ഏതാണ്? കനാന്യർ. കനാന്യർ എന്താണെന്നറിയാമോ? കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയും ബന്ധത്തിന് വിലയില്ലെന്നാണ്. കനാന്യരെ കുറിച്ച് എന്താ പറയുന്നതെന്നറിയാമോ? ബന്ധത്തിന് വിലയില്ല. ഞാൻ ഇരിക്കുന്ന ഈ അപ്പച്ചനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പച്ചന് വ്യക്തി കൊടുക്കാനുണ്ട്. കച്ചവടമാണ്. അപ്പച്ചനോട് ഞാൻ സ്നേഹിക്കുക. അങ്ങനെ രണ്ട് നല്ല വാക്കെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അപ്പച്ചനോട് പറയാം, അപ്പച്ച ഈ സാധനം ഒന്ന് എടുക്കാവോ? അപ്പച്ചനെടുക്കുമെന്ന്. കച്ചവടം. ബന്ധങ്ങളെ മുഴുവൻ കച്ചവടം. കനാന്യർ അവരുടെ സ്വഭാവം എന്താണെന്നറിയാമോ? അവർ അയൽവക്കത്ത് സ്നേഹം നടിച്ചു എന്നാൽ ഉദ്ദേശമുണ്ട്, സ്നേഹമല്ല, കച്ചവടമാണ്. അതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. ആ മൂലഭാവത്തിന്റെ പേരാണ് അത്യാഗ്രഹം. എന്നാ വെച്ചാണേലും ആരെ വെച്ചാണേലും പണം ഉണ്ടാക്കും. എന്ത് വെച്ചാണേലും എങ്ങനെയാണേലും ഞാൻ സ്ഥാനമാനങ്ങൾ നേടും, എങ്ങനെയാണേലും ഞാൻ ജയിക്കും. അതിനിപ്പോ ആരെ വെച്ചാണേലും. അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല പ്രിയമുള്ളവര്. അവര് കച്ചവടമാണ്. എല്ലാം കച്ചവടത്തിന്റെ കണ്ണുകളിലാണ്. കർത്താവിൽ സ്നേഹമുള്ളവര്, ഇത് വളരെ അപകടമാണ്. കനാന്യരുടെ ജീവിതം ഇന്ന് അനേകർക്കുണ്ട്. അവർ പലരുടെയും കൂടെ നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് പറഞ്ഞു, രണ്ട് യജമാനന്മാരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. യേശു ഒരു താക്കീത് നൽകി. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് പറഞ്ഞു, ദ്രവ്യാഗ്രഹം വിട്ട് ഒഴിഞ്ഞ് പോകണം. കർത്താവ് പറഞ്ഞു, നീ അവരെ വിറ്റ് ഇവരെ വിറ്റ് അവരെ വെച്ച് നീ കാശുണ്ടാക്കരുത്, സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കരുത്, അവരെ പിടിച്ച് ഇവരെ പിടിച്ച് ഉണ്ടാക്കരുത്. നോ, ഭൗതികമായ വിജയമല്ല. കർത്താവിൽ സ്നേഹമുള്ളവര്, കനാന്യർ വല്ലാത്തൊരു പ്രശ്നമാണ്. കനാന്യ സ്വഭാവം. നിങ്ങളൊന്ന് ഓർത്തി, നമ്മുടെ ബന്ധങ്ങൾ കൂഷ്മളതയുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ കൂഷ്മളതയുണ്ട്. ഞാനിങ്ങനെ സ്കൂളിൽ ഇരിക്കുമ്പോൾ ചില സമയത്ത് തോന്നും, മാസാവസാനമാകുമ്പോൾ എല്ലാ ടീച്ചർമാരും ഒക്കെ വരും, ഗുഡ് മോർണിംഗ് ഫാദർ, ഗുഡ് മോർണിംഗ്. അടുത്ത മാസം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇത് കൂടും, ഗുഡ് മോർണിംഗ്, മോർണിംഗ് മോർണിംഗ് ഫാദർ. അതെന്താ ഈ ഗുഡ് മോർണിംഗ്? സാലറി ഇട്ടിട്ടില്ലെന്ന് മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ ബോധം വേണം. അതായത് ഈ ഗുഡ് മോർണിംഗ് അല്ലെന്ന്. ഈ വന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സാലറി ഇട്ടിട്ടില്ല. കണ്ടോ? ചിലരങ്ങനെയല്ല, ചങ്കിന്റെ ആദ്യം കേട്ടോ, ഫാദർ ഗുഡ് മോർണിംഗ്. അതെവിടെ നിന്ന് വരുന്ന? അയ്യോ, അതിനൊരു ഊഷ്മളതയുണ്ട്, അതിനൊരു വ്യത്യാസമുണ്ട്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ എത്ര പേരുടെ അടുത്ത് ഉള്ളിൽ ഒരു തരി ഇഷ്ടമില്ല, ഉള്ളിലൊരു തരി ഇഷ്ടം പോലുമില്ല. എത്ര പേരുടെ അടുത്ത് എന്തെല്ലാം മുഖം കാണിച്ചെന്നറിയാം. ആത്മീയ ജീവിതത്തിൽ തകരും. കനാന്യർ, അവർക്ക് ബന്ധങ്ങൾ വിഷയമല്ല, അവർക്ക് ഞാൻ അത്യാഗ്രഹമാണ്. എനിക്ക് വേണം, എൻ്റെ വേണം, എനിക്ക്, ഞാൻ എൻ്റേത് എനിക്ക്. യേശു ഒരു കാര്യം പറഞ്ഞു, മക്കളെ എന്താ ജീവിതമെന്ന് ഞാൻ പറയട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. എന്താ ജീവിതമെന്ന് ഞാൻ പറഞ്ഞു തരാം. മേടിക്കുന്നതല്ല ജീവിതം. പിന്നെ എന്താണ് ജീവിതം? കൊടുക്കുന്നതിന്റെ പേരാണ് ജീവിതം.
അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവരമ്മ ഒന്നിച്ചപ്പോൾ അവർക്ക് ഒത്തിരി സ്വപ്നം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ മേടിക്കാം. സ്നേഹം 7 കാര്യങ്ങൾ മേടിക്കാവുന്നുണ്ട് കേട്ടോ. സ്നേഹം മേടിക്കാം, സന്തോഷം മേടിക്കാം, സമാധാനം മേടിക്കാം, സുഖങ്ങൾ മേടിക്കാം, നന്മ മേടിക്കാം, വിശുദ്ധി മേടിക്കാം, പ്രകാശം. ഇങ്ങനെ 7 കാര്യങ്ങൾ പിതാക്കന്മാർ എല്ലാം മേടിക്കാം. സ്നേഹം മേടിക്കാം, സന്തോഷം മേടിക്കാം, സുഖങ്ങൾ മേടിക്കാം. പക്ഷെ മേടിച്ച് എന്നാ പറ്റുമെന്നറിയാമോ? മേടിക്കുന്നവർ തമ്മിൽ അകലും. എന്താ അവർ അകലാൻ കാര്യം? മേടിക്കുന്നവർ തമ്മിൽ കണക്ക് പറയാൻ തുടങ്ങും. എന്നാ പറയും? കണക്ക്. മനസ്സിലായില്ലേ? അമ്മച്ചി ചട്ടുമൊക്കെ പിടിച്ചു പറയും, എത്ര വർഷമായി ഇവിടെ കിടന്നിട്ട്. ഈ മനുഷ്യന് ഒരുമാതിരി. മനസ്സിലായില്ലേ? കണക്ക് പറച്ചിലാണ്. എന്താ ഈ പ്രശ്നം എന്നറിയാം? മേടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം. എടാ, ഞാൻ ഇത്രയും കൊടുത്തിട്ട് എനിക്ക് ഇത് കിട്ടിയിട്ടില്ലെന്ന് ഇവിടെ പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, കനാന്യരുടെ സ്വഭാവമാണിത്. മേടിക്കുന്നവർ അകലും, അവരുടെ ബന്ധങ്ങൾക്ക് ഊഷ്മളതയില്ല. എന്നാ കർത്താവ് പറയുന്നു, കൊടുക്കുന്നവർ അടുക്കും. കൊടുക്കുന്നവർ എന്ത് ചെയ്യും? പക്ഷെ കൊടുക്കാൻ ഒരു സംഗതി വേണം. ജീവിതം കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. എന്നാ വേണം? പരിശുദ്ധാത്മാവ് കേട്ടോ. സ്നേഹം ഒരു ഭർത്താവ് ഇങ്ങനെ തീരുമാനിച്ചു, സ്നേഹം മേടിക്കുന്നില്ല, ഞാൻ കൊടുക്കണം, കൊടുത്തു തീരട്ടെ ജീവിതം. പക്ഷെ കൊടുക്കണമെങ്കിൽ എന്നാ വേണമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ്. എന്ത് വേണം? പരിശുദ്ധാത്മാവില്ലാതെ സ്നേഹം കൊടുക്കാം, സന്തോഷം കൊടുക്കാൻ പറ്റില്ല, സമാധാനം കൊടുക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ചിലരൊക്കെ വീട്ടിലിരുന്നാൽ എന്തോ ഒരു അസ്വസ്ഥതയാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവില്ലെന്ന്. ചിലർ ആ വീട്ടിലിരുന്ന എന്തൊരു സമാധാനമാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. ആത്മാവ് വേണം. അപ്പോൾ കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. ഇന്നു മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും എന്ത് ചെയ്യത്തില്ല, വാങ്ങില്ല. പകരം എന്ത് ചെയ്യും? കൊടുത്തു തീരും. ഈ ജീവിതം കൊടുത്തു തീരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്നേഹം കൊടുക്കാൻ തരാവോ? സന്തോഷം തരാവോ? സമാധാനം തരാവോ? പ്രിയമുള്ളവരെ, ജീവിതം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തരാവോ? ദൈവത്തോട് ചോദിക്കും. തരുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ കനാന്യരുടെ സ്വഭാവം ഇല്ലാതാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ആരെ ചോദിക്കണം? പരിശുദ്ധാത്മാവിനെ. എബ്രായർ 13:5 ഇങ്ങനെയാണ് പറയുന്നത്, തൃപ്തി വേണം. എന്നാ വേണം? തൃപ്തി. എല്ലാറ്റിലും തൃപ്തി. മതി എന്ന് നീ പറയണം. എപ്പോഴാണ് മതി എന്ന് പറയുന്നത്? മതിയായ ഒരു ദൈവത്തെ കിട്ടുമ്പോൾ. മതിയായ ഒരു ദൈവത്തെ കിട്ടുന്നവർക്ക് മാത്രം പറയാനുള്ളതാണ് മതി എന്ന് പറയാനുള്ള ധൈര്യം. അതുകൊണ്ട് കനാന്യരുടെ സ്വഭാവം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ, പെട്ടെന്ന് പോട്ടെ. അടുത്ത സ്ഥലം, അടുത്ത മഹാജാതിയുടെ പേരെന്താണെന്നറിയാമോ? പെരിസ്യർ. എന്താ പേര്? പെരിസ്യർ. എത്ര എണ്ണം പറഞ്ഞെന്നറിയാവോ? 3 ആര് കഴിഞ്ഞ്? ഹിത്യർ, അമോര്യർ, കനാന്യർ. കേട്ടോ. അടുത്ത ആരായിരുന്നു? പെരിസ്യർ. പെരിസ്യർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മതിലില്ലാത്തവർ. ആ വാക്കിന്റെ അർത്ഥം തന്നെ മതിലില്ലാത്ത. മതിലില്ലാത്തവരുടെ മൂലഭാവം കുർബാനക്രമത്തിൽ കിടക്കുന്നത് എന്താണെന്നറിയാമോ? അലസത. എന്താണ് മൂലഭാവം? അലസത. പെരിസ്യരുടെ സ്വഭാവം ഉള്ളവരാണോ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? വീട്ടിൽ മറ്റൊന്നും മാറ്റിവെക്കില്ല. വീട്ടിൽ അടുപ്പ് കത്തിക്കുന്ന മാറ്റിവെക്കത്തില്ല. മനസ്സിലായില്ലേ? തുണി നനയ്ക്കുന്നത് മാറ്റിവെക്കത്തില്ല. കറണ്ട് ചാർജ് അടയ്ക്കുന്നത് മാറ്റിവെക്കില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. പക്ഷെ വീട്ടിൽ ഒരു കാര്യം മാറ്റിവെക്കും. അതേതായിരിക്കും? എല്ലാവരുടെയും ചുണ്ടിൽ ഇച്ചിരിച്ച അനക്കമുണ്ട്. ഏതായിരിക്കും അത്? പ്രാർത്ഥന മാറ്റിവെക്കും. ഏത് മാറ്റിവെക്കും? അവരുടെ പേരാണ് പെരിസ്യർ. മതിലില്ല. ഇന്ന് പോട്ടെ, സാരിയില്ല, മതി. പ്രാർത്ഥന. ഇത് സമയമില്ലല്ലോ, ദൈവത്തിന് അറിയാമല്ലോ, സമയമില്ലല്ലോ. ഏത് മാറ്റിവെച്ചു? ആ വീട്ടിൽ മാറ്റിവെക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു സാധനത്തിന്റെ പേരെന്തായിരുന്നു? പ്രാർത്ഥന. അതെടുത്ത് മാറ്റിവെച്ചു. മനസ്സിലായില്ലേ? പല കാരണമുണ്ട്. വിരുന്നുകാർ വന്നു, അവർ വന്നു, തിരക്കായിരുന്നു, ക്ഷീണമായിരുന്നു, ഉറക്കം വന്നു, ഒത്തിരി കാര്യമുണ്ട്. പ്രാർത്ഥന മാറ്റിവെച്ചു. അടിസ്ഥാന സ്വഭാവം എന്നാണെന്നറിയാമോ? അലസത. ഏതാണ്? അങ്ങനെ ഒരു വീടിന്റെ പേര് പറയാമോ? പ്രാർത്ഥന മാറ്റിയപ്പോൾ 3 സാത്താൻ കയറിയ വീടിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ദാവീദിന്റെ കൊട്ടാരം. ആരുടെ കൊട്ടാരം? 2 ശമൂവേൽ 11 2 വാക്യം. സന്ധ്യയായപ്പോൾ മെത്തയിൽ കിടന്നു. ദാവീദ് സന്ധ്യയായപ്പോൾ എവിടെ കിടന്നു? മെത്തയിൽ കിടന്നു. പ്രാർത്ഥന മാറ്റിവെച്ചു. ഉണ്ടോ? സന്ധ്യയായപ്പോൾ എവിടെ കിടന്നു? മതിലില്ല, അലസത, ഭയങ്കര. ഈ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എന്നോ ക്ഷീണമെന്നറിയാവോ? ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ നോക്കിയാൽ നല്ല സൂപ്പറായിരിക്കും, നല്ലതായിട്ട് ഉറങ്ങും. പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങാൻ നോക്കിയാൽ നന്നായിട്ട് ഉറങ്ങും. കട്ടിലെ പോയി കിടന്നാൽ ഇത്ര ഉറക്കം വരത്തില്ല.
പ്രാർത്ഥിക്കാനിരുന്നാൽ നല്ല ഉറക്കം കിട്ടും, നല്ല സുഖം. ദാവീദിന് ആ സന്ധ്യ ആയപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴേ ഭയങ്കര ക്ഷീണം, ഭയങ്കര വായിക്കോട്ടെ, ഭയങ്കര ക്ഷീണം, ഭയങ്കര എന്നാ 10 മിനിറ്റ് കിടക്കാവുന്നു. അങ്ങനെ വെത്തയിൽ കിടന്നപ്പോൾ ഉറക്കം ശരിയായില്ല, എഴുന്നേറ്റു. ഉടനെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ 3 തിന്മകൾ, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം. അന്ന് വീട്ടിൽ കയറി. ആ സാത്താൻ വീട്ടിലിരുന്നു, മക്കളുടെ അടുത്ത് ഇറങ്ങി, കുടുംബങ്ങൾ തകർന്നു. പ്രിയമുള്ളവരെ, 2 സമയം 15-ാം അധ്യായപ്പോ കൊട്ടാരത്തിൽ ഈ കുപ്പായക്ക് ഊരി വെച്ചിട്ട് ആൾ പുറത്തോട്ട് ഇറങ്ങി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, മതിലില്ലാത്തവനായിരുന്നു ഞാൻ, ശ്രദ്ധയില്ലാത്തവനായിരുന്നു ഞാൻ, അലസനായിരുന്നു. അന്ന് കർത്താവ് ഗത്സമന എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയത് യബ്ബോക്ക് കടവ് കടന്നിട്ടാണ്. അതേ കടവിലൂടെയാണ് ദാവീദ് കടന്നുപോയിട്ട് ഒരു മല കയറി വാവിട്ട് കരഞ്ഞു. ദൈവമേ, ഒരു പ്രാർത്ഥന മാറ്റിവെച്ചവനാണ് ഞാൻ. എന്റെ വീട്ടിൽ 3 സാത്താൻ കയറി, വാവിട്ട് കരഞ്ഞു. പ്രിയമുള്ളവനെ, ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ അന്തോണിയോസ് എന്ന് പറയുന്ന പിതാവ് സന്യാസ പ്രസ്ഥാനം തുടങ്ങി. അതേ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്നാന്നറിയാമോ? ജാഗ്രത. എന്നാണ് ജാഗ്രത? പാപത്തിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ലക്ഷ്യം മാറ്റും. നിന്നെ ഈ കുപ്പായിട്ട് വിട്ടത് ദൈവരാജ്യം പണിയാനാണ്, അത് മാറ്റിക്കളയും. നീ ലോകത്തിന്റെ പുറകെ നടക്കുന്നവനാക്കും. പ്രിയമുള്ളവരെ, പെരിസ്യർ, അലസത, ലോകത്തിന്റെ പുറകെ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ നേരമില്ല കേട്ടോ. വചനം വായിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ വേദവസം വായിച്ചോണ്ടിരുന്നവനാ, ഇപ്പൊ വായിക്കാൻ നേരമില്ല, വേദവസം വായിക്കില്ല. ആത്മീയ തീഷ്ണത ഉണ്ടായിരുന്നവനാണ്, ഇപ്പൊ തീഷ്ണതയില്ല, മങ്ങിക്കിടക്കുകയാണ്, ചാരം പിടിച്ചു കിടക്കുകയാണ്. ഏത് സ്വഭാവമാണെന്നറിയാം? പെരിസ്യർ. ലക്ഷ്യം മാറ്റി. സാത്താൻ നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ലക്ഷ്യം മാറി. നിന്നെ ദൈവം വിളിച്ചപ്പോൾ ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിന്നെ വിളിച്ചാൽ ഈ ലോകത്തിൽ പലതും മാറുമെന്ന് ദൈവത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയത്തിലാണ് പോരാട്ടം. ഇവിടെ ഒരു സാധനം ഇരുന്നിട്ട് പറഞ്ഞു, സാരയില്ല, ഒരു പ്രാർത്ഥനയില്ല, പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വേദോസോ ഇന്ന് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഇന്ന് നിസ്സാരമെന്ന് വിചാരിക്കുന്നത് പലതും മരണത്തിന്റെ നാഴികയിൽ വിലപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ചുറ്റും പാർത്ത് മരണത്തിന്റെ ദൂതം വന്നപ്പോ ചുറ്റും പാർത്തു. അന്ന് നീ വിലയുണ്ടെന്ന് പറഞ്ഞ പലതിനും ഇപ്പോൾ വിലയില്ല. ലോക സുഖങ്ങൾക്കൊന്നും വിലയില്ല, ലോകത്തിന്റെ പേരിന് വിലയില്ല. അയ്യോ, ഇപ്പൊ വേണ്ടിയത് എന്തായിരുന്നു? ഇപ്പൊ എനിക്ക് ഭക്ഷണം വേണമായിരുന്നു, വിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണമായിരുന്നു, കർത്താവിന്റെ തിരുരക്തം ആഗ്രഹിച്ച് ദാഹിച്ച് സ്വീകരിക്കണമായിരുന്നു. പറ്റിയില്ലല്ലോ, വചനമില്ല. ആകാശവും ഭൂമിയും മാറുവടാ, പക്ഷെ വചനം മാറില്ല. അതൊന്നും എന്റെ ഹൃദയത്തിലില്ലല്ലോ ദൈവമേ. ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണർന്ന് ഇരുന്ന് എന്ത് ചെയ്യണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ജാഗരൂകരായിരിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34 മുതൽ വായിക്കണം. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി കള്ളുമൊക്കെ അടിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ വിചാരിക്കാത്ത നാഴികയിൽ ഒരു നാശം വരുവടാ. ദാവീദേ, നീ ഇച്ചിരി കള്ളും കുടിച്ചിരുന്നായിരുന്നില്ലേ? വിചാരിക്കാത്ത നാഴികയിൽ നിന്റെ മകൻ അബ്നോൻ, നിന്റെ മകൾ താമാറിനെ ആ വീട്ടിൽ നശിപ്പിച്ചില്ലേ? സഹോദരൻ സഹോദരിയെ ദാവീദിന്റെ വീട്ടിൽ അപ്പന്റെ മുമ്പിൽ ഒരു മകൻ മകളെ നശിപ്പിച്ചു. ഓ, എന്തോ ഒരു കണ്ണുനീരായിരുന്നറിയാമോ? ദൈവം ഇല്ലാത്തവർക്ക് പോലും ഈ സ്വഭാവം ഇല്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ വീട്ടിൽ ഇത് എങ്ങനെ വന്ന്? അബ്ശാലോം അമ്നോനെ കൊന്നില്ലേ? കള്ളു കൊടുത്തില്ലേ? ദാവീദേ, എങ്ങനെ വന്നിത്? എങ്ങനെ വന്നു? അതുകൊണ്ട് കർത്താവ് പറയാണ്, മക്കളെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം, കള്ളും കുടിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരിക്കാനുള്ളതല്ല ജീവിതം. നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിൽ സാത്താൻ കയറി ചവിട്ടി മെതിക്കും. നിന്റെ മക്കളെ ചവിട്ടുന്ന വചനം, മക്കളെ ചവിട്ടും. തൊട്ടുപുറകിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41 മുതൽ വായിച്ചാൽ മതി. മക്കളെ നിലത്തിട്ട് ചവിട്ടും സാത്താൻ. ദാവീദ് ഇത് കണ്ടിട്ടാ പ്രിയമുള്ളവര് ഈ ഒലിവ് മലയിലേക്ക് കരഞ്ഞോണ്ട് പോയത്. അതേ മലയിലാണ് കർത്താവും കരഞ്ഞത്. ഒരു വല്യപ്പൻ കരഞ്ഞെടുത്താണ് കർത്താവും കരഞ്ഞത്. എന്തിനു വേണ്ടി? പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കരഞ്ഞു. ആകയാൽ പ്രിയമുള്ളവര്, ഈ പെരിസ്യരുടെ സ്വഭാവം മാറാൻ എന്ത് ചെയ്യണം? ഒരു തീഷ്ണതയുള്ള ആത്മാവിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ
11-ാം വാക്യം, ആത്മാവിലെരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ഒരു ആത്മാവിനെ തരണമേ. പ്രാർത്ഥിക്കണം, അത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ പെരിസിർ എന്ന് പറയുന്ന ജാതി വിട്ടുപോകുന്നത്. 5-ാമത്തെ ആൾക്കാരാണ് ഹിവ്യർ. ആരാണ് ഹിവ്യർ? ഹിവ്യരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം വായിച്ചാൽ മതി. ദൈവം പറഞ്ഞു 7 ജാതികളെ കൊല്ലണം. ആരെ കൊല്ലണം? 7 ജനതകളെ നീ കൊല്ലണം, നശിപ്പിക്കണം. ഹിവ്യർ എന്ത് ചെയ്തെന്നറിയാമോ? യോശുവ ഇങ്ങനെ ജനത്തെ ജയിച്ച് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കീറിയ വസ്ത്രമൊക്കെ ഇട്ട് ആ പഴയ അപ്പവും പഴയ എല്ലാം പഴകിയത്, എല്ലാം പഴയ സാധനം, അതുമെല്ലാം തോന്നുകൊണ്ട് യോശുവയുടെ അടുത്ത് വന്നു. എന്നിട്ട് യോശുവയോട് പറഞ്ഞു, ഞങ്ങൾ യഹോവയെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വരികയാണ്. നിങ്ങളുടെ ദൈവമാണ് ദൈവം, നിങ്ങളുടെ ദൈവമാണ് ദൈവം എന്നെല്ലാം പറഞ്ഞിട്ട് യോശുവയ്ക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ അപ്പമാണ്, ഇച്ചിരി കഴിച്ചു നോക്ക്. അവരെല്ലാം കഴിച്ചു. എല്ലാ സന്ധ്യയിലും ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ദുഷ്ടമനുഷ്യരോട് കൂട്ടിയേരാൻ ഇടയാകരുത്, അവന്റെ സാധുഭോജനം കഴിക്കാൻ ഇടയാകരുത്. ഇത് പ്രശ്നമുള്ള കാര്യം കേട്ടോ. അങ്ങനെ പ്രിയമുള്ളവരെ, ഹിവ്യർ കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ അവരൊരു ഉടമ്പടി ചെയ്തു യോശുവയോട്, ഞങ്ങളെ കൊല്ലരുത്, നശിപ്പിക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ. യോശുവ സമ്മതിച്ചു. ഇച്ചിരൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴല്ലേ അറിഞ്ഞത് ഈ വേഷം മാറി വന്നത് ആരാണ്? ഹിവ്യരാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു വാക്യം കിടപ്പുണ്ട്, 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 9-ാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകം 9:14, യഹോവയോട് ചോദിച്ചില്ല. ആരോട് ചോദിച്ചില്ല? യഹോവയോട് ചോദിച്ചില്ല. ഹിവ്യർ എന്നാന്നറിയാമോ? ആത്മീയ ജീവിതത്തിൽ എന്നാന്നറിയാമോ? ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെതാന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. കാനാവിൽ കർത്താവ് എന്ത് ചെയ്തു? വെള്ളത്തെ എന്താക്കി? അപ്പൊ പിന്നെ ഇച്ചിരി വീഞ്ഞു കുടിക്കാമല്ലോ അല്ലേ? ആ കോംപ്രമൈസിന്റെ പേരെന്താണ്? ഹിവ്യർ. മനസ്സിലായില്ലേ? മോശ ഒരു പെണ്ണിനെ പ്രേമിച്ചായിരുന്നു. ഏത് പെണ്ണിനെ? ചിലരിപ്പോഴാണ് അറിയുന്നതല്ലേ? പുറപ്പാട് പുസ്തകത്തിലുണ്ട്, 12-13 വായിച്ചാൽ മതി. ആ പെണ്ണിന്റെ പേരാണ് കൂശ്യശ്രീ. ആരാണ് സ്നേഹിച്ചത്? നീഗ്രോ വർഗത്തിൽപ്പെട്ട കറുത്ത പെണ്ണില്ലേ മോശ സ്നേഹിച്ചത്. അപ്പൊ ചില ആൾക്കാർ അത് വായിച്ചിട്ട് വരും, അപ്പൊ പിന്നെ എനിക്കും കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. എല്ലാത്തിനും വചനം വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച് കൊണ്ടുപോകും. ആ സ്വഭാവമാണ് ഹിവ്യർ. ആത്മീയമായി വളരില്ല. അനേകർ ചില സാധനങ്ങൾ, എന്താണ്, ഹൃദയത്തിൽ ചില അറകളുണ്ട്, അത് കർത്താവിന് കൊടുത്തിട്ടില്ല. അവിടെ ചില സാധനങ്ങൾ ഇരിക്കുക, അത് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ യോഹന്നാന്റെ പുസ്തകം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരം കിട്ടണം. ഏത് കിട്ടണം? ആത്മാക്കളെ തിരിച്ചറിയാൻ. അതൊരു വിവേചന ശക്തി. എനിക്കത് കാണാൻ പറ്റിയ ഒരാളാണ് ദിദിമോസ് ബാവ, പരിശുദ്ധനായ ദിദിമോസ് ബാവ. ആത്മാക്കളെ തിരിച്ചറിയുക. രാത്രി പ്രാർത്ഥന നടത്താതെ ഒരാൾ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ഭാഗത്തോട്ട് നോക്കിയിട്ട് കുറച്ചു നേരം നോക്കിയിട്ട്, പ്രാർത്ഥിക്കാതെ വന്നല്ലേ ചേട്ടാ, ഇതാരും അറിഞ്ഞിട്ടില്ലെന്ന്. വിവേചനത്തിന്റെ അരൂപി. ആത്മാക്കളെ അറിയാം, ഏതാണ് ദൈവത്തിൻ്റെതെന്നും ദൈവത്തിൻ്റെതല്ല എന്നും തിരിച്ചറിയാനുള്ള വരം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ ആ ഒരു വിവേചനം നമുക്ക് കിട്ടണം കേട്ടോ. 2 രാജ്യങ്ങളൂടെ ഉണ്ടായിരുന്നു അല്ലേ? 6-ാമത്തെ എബ്യൂസർ ഏതാണെന്നറിയാമോ? എബ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്വഭാവമാണ്, കാമാസക്തി. എബൂസ്യർ, ലോകാസക്തി. അതാണ് ആ രാജ്യത്തിന്റെ പ്രശ്നം. 2 ശമൂവേൽ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥലമാണ് യെരൂശലേം. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജാവായിരിക്കുമ്പോഴും, ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവാണ് ദാവീദ് രാജാവായിരിക്കുമ്പോഴും യെരൂശലേം കൺട്രോൾ ചെയ്യുന്നത് എബ്യൂസ്യരാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ദൈവം ഇറങ്ങേണ്ടിയ സ്ഥലത്ത്, ശ്രദ്ധിക്കൂ, നിന്റെ ഹൃദയത്തിൽ ദൈവം ഇറങ്ങേണ്ടിയ സ്ഥലത്ത്
യെബൂസ്യരിക്കുകയാണ്. കാമത്തിന്റെ ചിന്ത. പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ വല്ലാത്ത മലിനമായൊരു സാധനം വരിക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കയറി വരിക. ഹൃദയത്തിൽ പ്രിയമുള്ളവര്, യെബൂസ്യരുടെ സ്വാധീനം കേന്ദ്രഭാഗത്ത് പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രിയമുള്ളവരെ വളരെ മലിനമായി ഇരിപ്പുണ്ട്, കാണാൻ പറ്റണം. അതാണ് യെബൂസ്യർ. ദാവീദ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാണ്. അദ്ദേഹം വന്നിട്ട് യെബൂസ്യരെ തോൽപ്പിക്കുകയാണ്. യെരൂശലേം പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന യെബൂസ്യരെ അവിടുന്ന് ഒഴിവാക്കുകയാണ്. ഹൃദയമാകുന്ന യെരൂശലേമിലാണ് നിന്റെ കർത്താവ് ഇറങ്ങി സഞ്ചരിക്കേണ്ടത്. അവിടെ പ്രിയമുള്ളവർ ഈ തിന്മ. അതുകൊണ്ടാണ് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 10 എഴുതി. എന്താണെന്നറിയാമോ? അന്ന് പരസംഗ മോഹം കൊണ്ട് എത്ര പേരാ ഇല്ലാതായത്? എത്ര പേര്? 25,000 35,000 അവര് നശിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ് കേട്ടോ. ഗലാത്യർ 5:1 ജഡത്തിന്റെ അഭിലാഷങ്ങൾ ഇല്ലാതാക്കണം. എങ്ങനെ ഇല്ലാതാക്കണം? ആത്മാവ് കൊണ്ട് കേട്ടോ. എന്താണ് ഇതിന് പരിഹാരം? ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു, കുറച്ച് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഈ പ്രാർത്ഥിച്ചത്? കർത്താവേ കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര മഹാഭാവിയ എന്നോട് യേശുനാമ പ്രാർത്ഥന. ഹൃദയ വിചാരത്തിൽ യെബൂസ്യരെ കളയാൻ, അതിനാണ് ഈ യേശുനാമ പ്രാർത്ഥന. എല്ലാവർക്കും ഉണ്ടെന്നാ പറഞ്ഞു. ഹൃദയ വിചാരത്തിൽ യെബൂസ്യർ ഇരിപ്പുണ്ട്, ചില കാമചിന്തകൾ ഇരിപ്പുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യും? സാത്താൻ കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. കണ്ണുകൊണ്ടാണ് അതെല്ലാം. കണ്ണുകൊണ്ട് നീ കണ്ണുകൊണ്ട് എന്ത് കാണുന്നുവോ അതാണ് നിന്റെ ജീവിതമായി. അതുകൊണ്ട് ഈ കാഴ്ച വിശദീകരിക്കണം. കണ്ണ് ദൈവത്തോട് പറയണം, കഴുകണമേ, എന്റെ കണ്ണ് കഴുകി തരണമേ. കാണാവുന്നത് കാണാൻ, കാണരുതാത്തത് മാറ്റാൻ. അവിടെയാണ് പ്രിയമുള്ളവരെ ഹൃദയത്തിന്റെ യെരൂശലേം ശുദ്ധീകരിക്കപ്പെടുന്നത്. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ വെളിച്ചമാണ്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. അതിലെല്ലാം നല്ലതും വരും, പിന്നെ എന്നാ വരും? അതിനോട് ചേർന്ന് അടുത്തതും വരും, നല്ലതല്ലാത്തതും വരും. അപ്പൊ നമ്മൾ വെറുതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയോ? കുഴപ്പമാണ്. അവിടെ ഹൃദയം കഴുകണം. യോഹന്നാൻ സുവിശേഷം 8:36 യേശു സ്വതന്ത്രമാക്കണം നിന്നെ. ആര് സ്വതന്ത്രമാക്കണം? യേശു. ഹൃദയത്തിലെ ചില മുറികൾ ആർക്കും കൊടുക്കാത്തത് ആർക്ക് കൊടുക്കണം? യേശുവിന്. അവസാനത്തെ ആൾക്കാരാണ് ഗിർഗസ്യർ. ഗർഭം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ വാക്കിൽ നിന്നാണ് ഗിർഗസ്യർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആൾക്കാരാണ്. മണ്ണോട് ചേർന്നവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗിർഗസ്യർ, മണ്ണോട് ചേർന്ന്. ഇവരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? അത് കുർബാന ക്രമത്തിൽ കിടപ്പുണ്ട്. ഭക്ഷണമാണ് പ്രശ്നം. ഏതാണ് പ്രശ്നം? ഭക്ഷണം. അപ്പൊ നല്ല ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണത്തിൽ കോംപ്രമൈസ് ഇല്ല, നല്ല ഭക്ഷണം. പള്ളി കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും തിരിച്ചു പോകുമ്പോൾ പോത്ത് മേടിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്നാ മേടി? പോത്ത അവരുടെ പേരെന്താണ്? ഗിർഗിസ്. എന്നോട് ആ സമയത്ത് ധ്യാനമുണ്ട് കേട്ടോ. അപ്പൊ ധ്യാനത്തിന് വരുന്ന ആൾക്കാര് കുറച്ച് പേര് വന്നേച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ 12 ആകുമ്പോൾ എല്ലാം നിർത്താൻ പറ്റുമോ? ഇത് 1 മണിയാകുമ്പോഴേ നിൽക്കുള്ളേ. 12 ആകുമ്പോൾ നിർത്താൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് ഏതായാലും കഷ്ടപ്പെട്ടു വന്നാ പിന്നെ ഇച്ചിരി നേരം. അങ്ങനെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമോ, വെള്ളിയാഴ്ചയാണ് ധ്യാനം. വെള്ളിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട്. അട്ടപ്പാടിയിൽ പ്രിയമുള്ളവരെ പോത്തിനെ അറക്കുന്ന ദിവസമാണ്. അപ്പൊ 2 പരിപാടിക്കാണ് ഇവർ വരുന്നത്. ധ്യാനവും കൂടാം, പോത്തും മേടിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു 11 മണിക്ക് കുഴപ്പമില്ല, 11:30 കുഴപ്പമില്ല. 12 ആകുമ്പോൾ ആര് കയറി വരും? ഗിർഗസ്യർ. 12 ആകുമ്പോൾ ആര് വരും? ദൈവമേ, നല്ല പോത്തെല്ലാവരും മേടിച്ചോണ്ട് പോയി. അയ്യോ, ഈ അച്ഛൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, ഇത് താമസിപ്പിച്ച് ഞങ്ങൾ ഇനി ചെല്ലും, എൻ്റെ ദൈവമേ കൊള്ളാത്ത സാധനം കിട്ടുമല്ലോ. അപ്പൊ ധ്യാനവും കൂടാം, പോകുമ്പോ എന്നാ മേടിക്കാം? പോത്ത് മേടിക്കാം. ഞാനൊരു അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി ബൈബിള് കൊണ്ടുവരുന്ന ഒരു കവറ്, വേറൊരു സഞ്ചിയുടെ. എന്താ അമ്മച്ചി സഞ്ചി എന്തിനായിരുന്നു കൊണ്ടുവരുന്നത്? അമ്മച്ചി നേരത്തെ വരും.
അച്ഛാ തിരിച്ചു പോകുമ്പോൾ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കണം, ചെപ്പോത്തുമൊക്കെ മേടിക്കണം. അച്ഛനെ 12 ആകുമ്പോൾ നിർത്തണം. എത്രയാകുമ്പോൾ നിർത്തണം? 12 ആകുമ്പോൾ നിർത്തണം. കർത്താവിൽ സ്നേഹമുള്ളവര്, ഗിർഗസ്യരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? തിന്നുക, കുടിക്കുക, പിന്നെ എന്നാ അടുത്ത വാക്ക്? ഗിർഗസ്യർ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവർ പള്ളി വരും, ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. എന്ത് ജനം വരുമെന്നറിയും. അല്ല, ഇവിടെ ഒരു നല്ല ഷോ നടത്തിയാൽ എന്ത് ജനം ആനന്ദിക്കണം. പള്ളി വരണമെങ്കിൽ എന്താ വേണം? ആനന്ദിക്കണം. മനസ്സിലായില്ലേ? ഗിർഗസ്യർ വല്ല പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. പള്ളി നിൽക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിൽ ഒരു ഞായറാഴ്ചയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാകുന്നത്. ഈ കോട്ടയം മദ്രാസനത്തിൽ ഞാനൊരു പള്ളി ചെന്നപ്പോൾ 3 മക്കൾക്കും മക്കളില്ല. 3 മക്കൾക്കും മക്കളില്ല. കെട്ടിച്ചു വിട്ട 3 മക്കൾക്കും മക്കളില്ല. ഒരമ്മ വളരെ സങ്കടത്തോടെ വന്ന് വെച്ച് പറഞ്ഞ, അച്ഛാ പ്രാർത്ഥിക്കണേ, 3 മക്കൾക്കും മക്കളില്ല. ഞാൻ വെറുതെ ചോദിച്ചു, ഞായറാഴ്ച പള്ളിയിൽ നേരത്തെ. അപ്പൊ ഈ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ പള്ളി വരാനേ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താ? കെട്ടിച്ചു വിട്ട എല്ലാ മക്കളും വിരുന്ന് വരുന്നത് എന്നാണ്? ഞായറാഴ്ച. അപ്പൊ അവർക്ക് വല്ലതും ഉണ്ടാക്കണ്ടേ? വേണ്ടേ? തിന്നുക, കുടിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഈ ഞായറാഴ്ച കഞ്ഞി മതി, പള്ളി വാ. പള്ളി വന്നാൽ ഇത് മാറും, ഇത് മാറും. ഞാനിപ്പോ ഇവിടെ കോട്ടയം മദ്രാസിൽ നിന്നാ പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, 3 മക്കൾക്കും മക്കളുണ്ടായി. എപ്പോഴാണെന്നറിയാമോ? കൊടുക്കാനുള്ളത് ആർക്ക് കൊടുത്തു? ദൈവത്തിന് ഇത്ര നാളും കൊടുത്തില്ല. ഇതാണ് ഗിർഗസ്യൻ. കണ്ടോ? ഇത് വന്ന് കേറും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കണം, യഹോശാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ 2 ദിനം വൃത്താന്തം എടുക്കണ്ട, സമയമില്ല കേട്ടോ. ആ മനുഷ്യൻ തകർന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. യഹോശാഫാത്ത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ചെയ്തപ്പോൾ എന്തോ ഒരു നല്ല യഹോശാഫാത്ത് 2 ദിനം വൃത്താന്തം 18-ന്റെ 1-ാം വാക്യം എന്നാണെന്നറിയാമോ? നല്ല യശസ്സുള്ളവൻ, നല്ല അനുഗ്രഹമുള്ളവൻ, നല്ല മിടുക്കൻ. 20-ാം അധ്യായത്തിൽ എത്തിയപ്പോ എന്നാ കണ്ടെന്നറിയോ? തകർന്നു, മരണത്തിലേക്ക് പോയി. മനസ്സിലായില്ലേ? നല്ല ബിരിയാണി തിന്നാൻ പോയത് വേറൊരു രാജാവിന്റെ അടുത്ത്. നല്ല ആട്ടും ബിരിയാണി, നല്ല ഭക്ഷണം, നല്ല കുടിക്കുക, അതിന് പോയതാണ്. പ്രശ്നമായി. അദ്ദേഹം ഉണ്ടാക്കി കപ്പൽ തകർന്നു. കപ്പൽ ബിസിനസ് തകർത്തിയോ? അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കിയോ, കാറ്റ് വരുന്നു, തകരുന്നു. വെള്ളത്തിലിറക്കി, കാറ്റ് വരുന്നു, തകരുന്നു. എല്ലാം നശിക്കുന്നു. കർത്താവ് സ്നേഹമുള്ളവരെ, പഠിക്കണം. ഗിർഗസ്യ. അതിനാണ് നമുക്ക് എന്നാ ഉള്ളത്? ഉപവാസം. എന്നാ ഉള്ളത്? ശരീരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അത് തിന്നെ, ഇത് തിന്നെ. ഇടയ്ക്ക് ശരീരത്തോട് എന്നാ പറയണം? നോ പറയണം കേട്ടോ. ഞാൻ എന്നെ പറയുന്നത്, എനിക്ക് ചില സമയത്ത് പരിപ്പൂട തിന്നണമെന്ന് തോന്നും. ചില സമയത്ത് എന്നാ, ഇങ്ങനെ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ പരിപ്പൂട. അപ്പൊ ഇടയ്ക്ക് ശരീരം ഇതോട് പറയണം, നോ, തരുന്നില്ലടാ, പരിപ്പൂട തരുന്നില്ല. ഈ സാധനം വരുന്ന ഒരു പരിപ്പൂടയെ കൂടെയാ. കണ്ടോ? നമ്മളെ ചോർത്തിക്കളയും പലതും. കർത്താവിൽ സ്നേഹമുള്ളവരെ, ജഡാഭിലാഷങ്ങൾ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നിയന്ത്രിക്കാൻ പറ്റാത്തവർക്ക് ആത്മീക ജീവിതത്തിൽ പലതും നിയന്ത്രിക്കാൻ പറ്റാത്തവരാണെന്നാണ്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ സാത്താൻ ഹവ്വയോട് പറഞ്ഞു, തിന്നോ. ശരീരം ചോദിച്ചു, കൊടുത്തു. അവിടെയാണ് പാപം മുളച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗിർഗസ്യൻ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലവണക്കാം. യുദ്ധം നടക്കുന്നത് പുറത്തല്ല, ഒരു മനുഷ്യരോടുമല്ല യുദ്ധം. യുദ്ധം എവിടെയാണ്? ഹൃദയ കനാനിൽ. കണ്ണടച്ച് ഹൃദയ കനാനിൽ യോശുവയാണ് എല്ലാം ജയിച്ചത്. യോശുവ എന്ന വാക്ക് എബ്രായ ഭാഷയിൽ യഹോശുവ, ഗ്രീക്കിൽ എഴുതിയപ്പോൾ ഈസൂസ് എന്നായി, അഥവാ യേശു. പിതാക്കന്മാര് പറയുന്നു, നിന്റെ ഹൃദയ കനാനിൽ യേശുവിനെ കൂട്ടുപിടിച്ചാൽ, യേശു നിന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചാൽ എല്ലാ മഹാജനതകളെയും ജയിക്കുവാൻ നീ പ്രാപ്തനാകും. അതുകൊണ്ട് യേശുവാണ് വിശ്വാസത്തിന്റെ നായകൻ. യേശുവാണ് പൂർത്തി വരുത്തുന്നവൻ. ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയിട്ട് പറയണം, കർത്താവേ, എന്റെ ഹൃദയ കനാനിൽ അങ്ങൊന്ന് കടന്നു വരാമോ? ഇവിടെ ഹിത്യരും ഹിവ്യരും പെരിസ്യരും യെബൂസ്യരും അമോര്യരും ഗിർഗസ്യരും എല്ലാവരും ഉണ്ട്. അനേക തിന്മകൾ മറഞ്ഞിരിക്കുകയും, കർത്താവെ, ഞാൻ പോലും അറിയുന്നില്ല. പലതിനോട് ഞാൻ കൂട്ടുകെട്ട് കൂടിയിട്ടുണ്ട്.
കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ തളർച്ച ഇത് തന്നെയാണല്ലോ. ഈ 7 ജനതകളെ ജയിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് പറയുകയാണ്, ആത്മീകമായ ആയുധം തന്നിട്ടുണ്ട്. നോമ്പുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നിരന്തരമായ പ്രാർത്ഥന. ഒരു ബലിപീഠമുണ്ട് നിനക്ക്. അവിടെ എപ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നോടുകൂടെ. ഈ ലോകത്തെ കരുണയോടെ സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ. കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച ആ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തിനെ പൂർത്തീകരിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ. ഓ, ഈ ബലിപീഠം വിളിച്ചു പറയുന്നു, കൂടെ ഒരു ദൈവമുണ്ടെന്ന് നീ എപ്പോഴും ചൊല്ലണം. കർത്താവെ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഉറപ്പിക്കണമേ, ആത്മാവിൽ ശക്തീകരിക്കണമേ. എന്ന ദൈവമേ, ആത്മാവിൽ ഒരു വലിയ കൃപയുള്ളവരായി, ശക്തിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ തള്ളിക്കളയരുതേ. ദൈവമേ, പത്രോസ് നിലവിളിച്ചതുപോലെ ഞങ്ങളിതാ പലതിനും താണുപോവുകയാണ്. അങ്ങ് കൈനീട്ടണമേ. ഞങ്ങളെ ചേർത്ത് പിടിച്ച് എവിടെ താണുപോയോ ആ തിരമാലയുടെ മുകളിൽക്കൂടെ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ച് ജയാളിയായി നടന്നു വരുന്ന ഒരു കാഴ്ച കാണാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തന്ന സമയത്തിനായി നിന്നെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും സകലതിനെയും തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ ഇടവകയുടെ വന്യവൈദിക ശ്രേഷ്ഠർ, പ്രത്യേകിച്ച് എൻ്റെ വികാരി, ഞങ്ങൾ ഒന്നിച്ച സെമിനാരിയിൽ 5 വർഷം ഒരേ റൂമിൽ ചേർന്ന് പഠിച്ചവരാണ്. അച്ഛന് ഇരുന്ന എല്ലാ ദേവാലയങ്ങളിലും വളരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിക്കാറുണ്ട്. വീണ്ടും അതിനായ ആൻഡ്രൂസ് അച്ഛൻ്റെ ആ സ്നേഹത്തിൽ ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വരാൻ ദൈവം അനുഗ്രഹിച്ചു. ഇവിടുത്തെ സഹവികാരിമാര് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ ഇടവകയുടെ ഭരണസമിതിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിലേറെ വിധിയായി ഈ സമയം വരെ പ്രാർത്ഥനയോടുകൂടി കേട്ടിരുന്ന, ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം, നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ട് ചോദിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. വൈദികരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാൻ, ദൈവത്തിൻ്റെ കൈ എപ്പോഴും നീട്ടപ്പെടാനും നിങ്ങൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരെയും ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ.